നമസ്കാരം. തിരുവനന്തപുരം മേയറും സച്ചിൻ ദേവ് എം.എൽ.എയും KSRTC ഡ്രൈവറും ഉൾപ്പെട്ട തർക്കത്തിൽ വഴിത്തിരിവ്. മേയറും സംഘവും തടഞ്ഞിട്ട ബസ്സിലെ CCTVയുടെ മെമ്മറി കാർഡ് കാണാനില്ല. ബസ് ഡ്രൈവർ ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ചു എന്ന പരാതി അടക്കം തെളിയിക്കാൻ നിർണായകമായ തെളിവാണ് ഈ ദൃശ്യങ്ങൾ. ഡ്രൈവറുടെ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടുമില്ല. തടഞ്ഞിട്ട KSRTC ബസ്സിലെ നിർണായക തെളിവ് കാണാനില്ലാത്ത സാഹചര്യത്തിൽ ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. ദൃശ്യങ്ങൾ ആവിയായി പോയോ? നടക്കുന്നത് ഡ്രൈവറെ കുടുക്കാനുള്ള നീക്കമോ? നടന്നത് അധികാരത്തിന്റെ ഹുങ്കോ? തെളിവുകൾ ഇല്ലാതാക്കിയോ? ഈ ചർച്ചയിൽ യദുവിനെ നേരിട്ട് പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഡോക്ടർ ഷിജു ഖാൻ CPIM-നെ പ്രതിനിധീകരിച്ച്, ശ്രീ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച്, ശ്രീ യുവരാജ് ഗോകുൽ BJP-യെ പ്രതിനിധീകരിച്ച്. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ ഷിജു ഖാൻ. ഇത് റോഡിൽ നടന്ന ഒരു തർക്കമാണ്. അതിൽ രണ്ട് ഭാഗങ്ങൾ നമ്മൾ കേട്ടു. ആ രണ്ട് ഭാഗങ്ങളിൽ ഏതാണ് ശരി എന്നിപ്പോൾ നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എങ്കിലും അത് രണ്ടുപേർക്കും അത് പറയാനുള്ള അവകാശമുണ്ട് എന്നൊക്കെയുള്ള നിലയിൽ നിൽക്കാമായിരുന്നു. പക്ഷെ നോക്കൂ, മേയർ ആദ്യം പറഞ്ഞത് എന്താണ്? ഈ ഡ്രൈവർ യദു ലഹരി ഉപയോഗിച്ചു എന്നൊരു ആരോപണം ഉന്നയിച്ചു. അദ്ദേഹത്തിൻ്റെ വൈദ്യപരിശോധനാ റിപ്പോർട്ട് അനുസരിച്ച് അങ്ങനെ ഒരു ലഹരി ഉപയോഗം നടന്നിട്ടില്ല. ഞങ്ങൾ വണ്ടി ക്രോസ് ചെയ്ത് ഇട്ടിട്ടില്ല, സിഗ്നലിൽ റെഡ് വന്നപ്പോൾ വണ്ടി നിർത്തി പാർക്ക് ചെയ്ത് ഇറങ്ങി വന്ന് ഡ്രൈവറുമായിട്ട് സംസാരിച്ചതാണ് എന്നാണ് മേയർ വാർത്താ സമ്മേളനത്തിൽ തുറന്നു പറഞ്ഞത്, മാധ്യമങ്ങളോട് പറഞ്ഞത്. CCTV ദൃശ്യം വന്നപ്പോൾ അങ്ങനെയല്ല, കാറ് സീബ്ര ലൈനിൽ ക്രോസ് ചെയ്തിട്ടിട്ടാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറിയത്. പിന്നെ ഈ യാത്രക്കാരെ ഇറക്കി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതുപോലെ ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞു. ഈ രണ്ടും തെളിയിക്കണമെങ്കിൽ വളരെ ഈസി ആയിട്ട് നടക്കുമായിരുന്നു. ഇത് CCTV ഉള്ള ബസ്സാണ്, 3 ക്യാമറ ആ ബസ്സിനകത്തുണ്ട്. പക്ഷേ ആ ബസ്സിൻ്റെ CCTVയുടെ മെമ്മറി കാർഡ് മാത്രം കാണാനില്ല. ഇതുപോലെയുള്ള 4 ഫാസ്റ്റ് പാസഞ്ചറുകളിൽ ഈ തരത്തിലുള്ള സംവിധാനമുണ്ട്. അതിൽ 3ലും മെമ്മറി കാർഡ് ഇൻടാക്റ്റ് ആണ്. ഈ പറഞ്ഞ സംഭവം നടന്ന ബസ്സിലെ മെമ്മറി കാർഡ് മാത്രം കാണുന്നില്ല. അപ്പോൾ ഇത് കാണുന്ന സാമാന്യ ജനം എന്താണ് വിശ്വസിക്കേണ്ടത്? നിങ്ങൾ പറയുന്നതെല്ലാം വാസ്തവ വിരുദ്ധമാണെന്ന് ആരും കരുതിപ്പോകും. അഭിലാഷേ, ഒരുപക്ഷെ സമീപകാലത്ത് ഒരു ലൈംഗിക അധിക്ഷേപ കേസിലെ പ്രതിക്കു വേണ്ടി അയാളെ വെള്ള പൂശുന്നതിന് വേണ്ടി, അയാളെ വിശുദ്ധനാക്കുന്നതിന് വേണ്ടി നമ്മുടെ മാധ്യമങ്ങൾ ഏതാണ്ട് മഹാഭൂരിപക്ഷവും കൈകോർത്ത് നിന്ന് പരാതിക്കാരിയായ ഒരു വനിതയെ അപമാനിക്കാനും ആക്ഷേപിക്കാനും നമ്മുടെ ടെലിവിഷൻ മുറികൾ വരെ ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കേരളം കാണുന്നത്. ഷിജു, അത് കടന്ന ഒരു ആരോപണമാണ്. ഒരു ലൈംഗിക കുറ്റവാളിയെ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തിന് വെള്ളപൂശണം? ഈ വിഷയം ആദ്യമായിട്ടാണ് ഈ ന്യൂസ് റൂമിൽ ചർച്ച ചെയ്യുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ഒരാൾക്കെതിരെ ഒരു ലൈംഗിക ആരോപണം ഉന്നയിക്കുക, അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഒന്നും കൊണ്ടുവരാതിരിക്കാൻ ഉള്ള സാഹചര്യം വരിക. നിങ്ങൾക്ക് അതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു വ്യക്തിയെ വ്യാജോക്തികൾ കൊണ്ടും വ്യാജം കൊണ്ടും വേട്ടയാടുന്നതും മനുഷ്യാവകാശ ലംഘനമാണല്ലോ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. അഭിലാഷ് ദീർഘമായി ഈ ചർച്ചയുടെ അവതരണം നടത്തിയപ്പോൾ ഞാൻ ഇടപെട്ടോ? അഭിലാഷിന് ചോദ്യം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഇടപെട്ടില്ല. താങ്കളൊരു ആരോപണം ഉന്നയിച്ചപ്പോൾ ഞാൻ അതിന് മറുപടി പറഞ്ഞതേ ഉള്ളൂ. തുടർന്ന് അങ്ങോട്ട് ഞാൻ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ സഹനശക്തിയോടെ കേട്ടിരിക്കും അഭിലാഷേ. എന്നിട്ട് നിങ്ങൾക്ക് സമയമുണ്ടല്ലോ. ഇത് നിങ്ങളോട് ഞാൻ അങ്ങോട്ട് ക്ഷണിച്ച് നിങ്ങൾ ആവശ്യപ്രകാരം വന്നതല്ലല്ലോ, നിങ്ങൾ എന്നെ ക്ഷണിച്ചു വന്നതല്ലേ. ഒരു സാമാന്യമായ മര്യാദ കാണിക്കണം. ഞാൻ പറഞ്ഞത്, അപ്പോൾ ഒരു ലൈംഗിക അതിക്രമ കേസിലെ പ്രതിക്കു വേണ്ടി നമ്മുടെ ചാനൽ മുറികളിലെ പ്രസിദ്ധരും അപ്രശസ്തരുമായ അവതാരകർ നിലവിളിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കേരളം കാണുന്നത്. ഈ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ഞാൻ അഭിലാഷിനോട് പറയുകയുണ്ടായി, അങ്ങക്ക് എന്തെങ്കിലും മുൻവിധിയുണ്ടോ എന്ന് ഞാൻ അങ്ങയോട് ചോദിച്ചു. ഈ ചർച്ചയിലുടനീളം അതിൻ്റെ തുടക്കം തന്നെ അറിയാം, മുൻവിധിയാണ്. അങ്ങ് ചോദിക്കുന്നു, ഡ്രൈവറെ കുടുക്കാനുള്ള നീക്കമോ? ഈ ചർച്ചയുടെ തുടക്കത്തിൽ അങ്ങ് ടൈറ്റിൽ അവതരിപ്പിക്കുന്നു, ഡ്രൈവറെ കുടുക്കാനുള്ള നീക്കമോ, തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമമോ, അധികാരത്തിൻ്റെ ഹുങ്കോ? ഈ 3 ചോദ്യങ്ങളും ഇന്നത്തെ ടെലിവിഷൻ ഡിബേറ്റിൽ മാതൃഭൂമി മുന്നോട്ട് വയ്ക്കുന്ന കൃത്യമായ സ്ത്രീവിരുദ്ധതയും
ഒരു പരാതിക്കാരിയോടുള്ള അവഹേളനവും അല്ല ഷിജു, ഒരു ഈ പ്രതിയോടുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് സ്ത്രീ വിരുദ്ധതയാണെന്ന് പറഞ്ഞാൽ കാര്യം വളരെ എളുപ്പമാണ്. നമ്മള് സ്ട്രോമാൻ ഫാലസി എന്നാണ് പറയാ. വളരെ വളരെ എളുപ്പമാണ് ഇത്തരം കാര്യങ്ങളെ വളച്ചൊടിക്കാൻ. അല്ല, സമയം തരാം. എന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ച ഈ ചോദ്യം എങ്ങനെയാണ് കൊടുക്കാനുള്ള ശ്രമമോ? ചോദ്യത്തിന് ഉത്തരം അല്ല, അതെങ്ങനെയാണ് ആ ചോദ്യം വരുന്നത്? ചോദ്യത്തിന് ഉത്തരം കൃത്യമായും ഈ ഉന്നയിച്ച ആരോപണങ്ങളെ വേണ്ട. ഷിജു ഖാൻ ഉന്നയിച്ച ആരോപണം എന്താണ്? ലൈംഗിക അതിക്രമം നടത്തി എന്നുള്ളതാണല്ലോ. അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നിർണായകമായ തെളിവ് എന്താണ്? അത് ഈ ബസ്സിനകത്തെ CCTV ദൃശ്യങ്ങളാണ്. ആ ബസ്സിനകത്തെ CCTV ദൃശ്യങ്ങൾ ആർക്കാണ് ആക്സസിബിൾ? ഈ ചെറുപ്പക്കാരനെ, ഈ ഡ്രൈവറെ, താങ്കൾ ലൈംഗിക അതിക്രമി എന്ന് വിളിക്കുന്ന ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ബാക്കി എല്ലാ ബസ്സിലും ഈ CCTVയുടെ മെമ്മറി കാർഡ് ഉണ്ട്. ഈ ബസ്സിലെ, ഈ പ്രസ്തുത ബസ്സിലെ CCTVയുടെ മെമ്മറി കാർഡ് മാത്രം ഇല്ലാതായി, ദൃശ്യങ്ങൾ അപ്രത്യക്ഷമായി. എങ്ങനെ? ഇപ്പൊ ഷിജു ഖാൻ പറയുന്ന കാര്യങ്ങളെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഷിജു ഖാൻ നോക്ക്, ഇതാണ് ആ ബസ്സിൽ നടന്നത്, അഭിലാഷ കാണിക്ക് എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടിയിരുന്ന തെളിവ് എവിടെ ഷിജു? അത് അറിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, ഞാനൊന്ന് പറയട്ടെ. ഇന്നലെ ഞാൻ ഈ ഗോപികൃഷ്ണന്റെ ചർച്ചയിലും അദ്ദേഹവും ഒരു തരത്തിൽ നിയന്ത്രണമൊക്കെ വിട്ട് ഈ പ്രതിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അഭിലാഷിന്റെ വാദവും ഏതാണ്ട് അതുപോലെയാണ്. ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അല്ല, ഇപ്പോ ദീർഘമായി അങ്ങ് ചോദിച്ചു. പ്രതിക്ക് വേണ്ടി എന്ന് ചോദ്യം ചോദിക്കുന്നവരെ ആക്ഷേപിച്ചതുകൊണ്ട് ചോദ്യമില്ലാതാവും. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അല്ല, എന്റെ വാദം അതാണെന്നേ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തുടക്കത്തിലേ പറയാം. പ്രതിയെ ന്യായീകരിക്കുന്നു, ലൈംഗിക അതിക്രമിക്ക് വേണ്ടി രംഗത്ത് വരുന്നുവെന്ന് എത്ര ആരോപിച്ചാലും ചോദ്യം അവിടെ നിൽക്കും. ചോദ്യം വാലിഡ് ആണ്, താങ്കൾക്ക് അറിയാം. അതേ ചോദ്യം അവിടെ നിൽക്കും. ചോദ്യകർത്താവിനെ നിങ്ങൾക്ക് എങ്ങനെ ആക്ഷേപിക്കാം? ചോദ്യം അവിടെ നിൽക്കും. അല്ല, നിങ്ങൾ ഒന്നുകിൽ ഈ ചർച്ചയിൽ ഒരു ഭാഗമെങ്കിലും പറഞ്ഞു തീർച്ചയായും എന്നിട്ട് അങ്ങക്ക് ഉപചോദ്യമാകാം. അല്ല, ഞാൻ പറഞ്ഞത് ഇല്ലെങ്കിൽ ഈ ചർച്ച തന്നെ പരിഹാസ്യമായി പോവും. അതായത് നിങ്ങളൊരു ചോദ്യം ചോദിക്കുന്നു, ഞാൻ തുടങ്ങുന്നതിൻ്റെ 50ാമത്തെ സെക്കൻഡിൽ നിങ്ങൾ ഇടപെടുകയാണ്. നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ഈ ചർച്ചയുടെ പാറ്റേൺ തന്നെ സ്ത്രീവിരുദ്ധമാണെന്നാണ് ഞാൻ സ്ഥാപിക്കുന്നത് അഭിലാഷേ. കാരണം ഒരു പരാതിക്കാരിയെ നിങ്ങൾ അവഹേളിക്കുന്നു. ആ പരാതിക്കാരി മുന്നോട്ട് വെക്കുന്ന അതിന്റെ പ്രതിയായിട്ടുള്ള ഡ്രൈവറെ നിങ്ങൾ പരസ്യമായി വെള്ളപൂശുന്നു. നിങ്ങൾ ഈ തെളിവ് നശിപ്പിക്കാൻ ഈ അധികാരികളുടെ ഹുങ്കെന്ന് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. സ്വാഭാവികമായും ഒരു സ്ത്രീ പരാതിക്കാരിയെ നിങ്ങൾ ഈ തെരുവിൽ വെച്ച്, ഈ ടെലിവിഷൻ റൂമിൽ വെച്ച് നിങ്ങൾ അപമാനിക്കുകയാണ്. അത് ഞാൻ ചൂണ്ടിക്കാണിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. അതായത് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് മാതൃഭൂമിയും മനോരമയും 24ഉം ഒക്കെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീവിരുദ്ധതയുടെയും ആര്യക്കെതിരായിട്ടുമുള്ള ഒരു നിലപാടിന്റെ തുടർച്ചയാണ് ഇന്ന് അഭിലാഷ് മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നം. പിന്നെ ഇവിടുത്തെ പ്രശ്നം എന്താ? നിങ്ങൾ തർക്കം എന്നാണല്ലോ പറഞ്ഞത്. അതെങ്ങനെ തർക്കമാവും അഭിലാഷേ? തർക്കമാണോ അഭിലാഷ് പറഞ്ഞത്? ഈ റോഡിലുണ്ടായ ഒരു തർക്കം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്ത്രീയുടെ അന്തസ്സിനും അവരുടെ അഭിമാനത്തിനും അവരുടെ സ്ത്രീത്വത്തിനും ഏൽക്കുന്ന പരിക്ക് എന്ന് പറയുന്നത് ഒരു തർക്കമല്ല അഭിലാഷേ. അതൊരു ഒഫൻസാണ്, അതൊരു കുറ്റകൃത്യമാണ്. കുറ്റകൃത്യവും തർക്കവും തമ്മിലുള്ള വ്യത്യാസം അഭിലാഷിനെ നിങ്ങൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കൂ. ആ ലൈംഗിക അതിക്രമം സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും ഉള്ള CCTVയുടെ മെമ്മറി കാർഡ് എവിടെ പോയി ഷിജു ഖാൻ? ആ ബസ്സിൽ റിസർവ് ചെയ്ത പാസഞ്ചർമാരാണുള്ളത്. അപ്പൊ അതായത് ആ ബസ്സിലെ പാസഞ്ചർമാർ ആരാണ് എന്ന് പോലീസിന് അരമണിക്കൂർ കൊണ്ട് കണ്ടെത്താം. അങ്ങനെ ഈ ലൈംഗിക അതിക്രമം സാധൂകരിക്കുന്ന, അതിനെ ശരിവെക്കുന്ന ഒരു മൊഴി, ഇത് സാധൂകരിക്കുന്ന ഒരു CCTV ദൃശ്യം, എന്തെങ്കിലും ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിനപ്പുറത്ത് എന്തെങ്കിലും, അതാണ് ഞാൻ പറയുന്നത്. ലൈംഗിക അതിക്രമം ഈ ദിവസം വരെ ഇത് ചർച്ച ചെയ്തില്ലല്ലോ. ലൈംഗിക അതിക്രമം എന്ന പരാതി, അല്ലെങ്കിൽ അങ്ങനെ ആംഗ്യം കാണിച്ചു വന്ന പരാതി വന്നു. അങ്ങനെ ഒരു പരാതി വന്നാൽ ആ പരാതിക്ക് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് എന്റെ പക്ഷം. പക്ഷേ ആ പരാതിക്ക് ആധാരമായ കാര്യങ്ങളെ സംബന്ധിച്ച എന്തെങ്കിലും ഒരു കാര്യം അത് പറ്റിയോ? അവിടെയാണ് പ്രശ്നം. ഒരു പരാതി വ്യാജമായി ചമച്ച് ഒരു താൽക്കാലിക തൊഴിലാളിയെ അപമാനിക്കാനാണെങ്കിൽ അത് വേറെ വിഷയമാണ്. അല്ലല്ല, കുറ്റവാളി താൽക്കാലിക തൊഴിലാളിയാണോ, പെർമനന്റ് ആണോ, ജേർണലിസ്റ്റ് ആണോ, അഡ്വക്കേറ്റ് ആണോ, എഞ്ചിനീയർ ആണോ എന്നുള്ളതല്ല. കുറ്റവാളി, പ്രതി അങ്ങനെ നിങ്ങൾ പറയണം. താൽക്കാലിക ജീവനക്കാരനാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഒരു പ്രതിയെ വിശുദ്ധനാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. പ്രതിയാണ് എന്ന് ഉറപ്പിക്കാതെ നമുക്ക് എങ്ങനെയാണ് അയാളെ അല്ലല്ല
അല്ലല്ല അഭിലാഷ്, ഞാൻ ഒന്ന് പറയുന്ന കേൾക്കൂ. പ്രതിയാണല്ലോ അയാൾ, പ്രതിയാണ് കേസിലെ. പോലീസ് കേസെടുത്തത് കൊണ്ട് പ്രതിയാണ്. അയാളിലുള്ള കുറ്റം സ്ഥാപിക്കാൻ എന്തുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ദയവിത് കേൾക്കൂ. CCTV അല്ല, ഞാൻ പറഞ്ഞോട്ടെ. ഇനി രണ്ട്, ഈ പിന്നെ നിങ്ങൾ പറയുന്ന യദു എന്ന് പറയുന്നയാള് നേരത്തെ അപകടകരമായി വാഹനമോടിച്ച നിരവധി കേസുകളിൽ വാഹന അപകടം ഉണ്ടാക്കാവുന്ന, ജീവൻ അപായം വരുത്താവുന്ന നിലയിലുള്ള വാഹനമോടിക്കലാണെന്ന് കണ്ട് നിരവധി കേസുകൾ ഉള്ള ഒരു ആളാണ്, ഒരു പ്രതി കൂടിയാണ് ഈ നിങ്ങൾ ചാനൽ മുറികളിലെല്ലാം കൊണ്ടിരുത്തി ആഘോഷിക്കുന്ന യദു. ഇനി CCTV ദൃശ്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. CCTV ദൃശ്യങ്ങൾ ഒരു ബസ്സിലെ സംബന്ധിച്ച് ഒരു KSRTCയിലെ CCTV ദൃശ്യങ്ങൾ, അതടങ്ങുന്ന അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പോലീസ് അന്വേഷണത്തിൻ്റെ പരിധിയിലാണല്ലോ. പോലീസ് അന്വേഷണത്തിൻ്റെയും KSRTCയുടെ ഭാഗമായിട്ടും ഒക്കെയുള്ള പരിധിയിലാണ്, ഒരു അന്വേഷണ പരിധിയിലിരിക്കുകയാണ്. അതുകൊണ്ട് മാതൃഭൂമിയിലെ ഇന്നത്തെ ചർച്ച കൊണ്ട് ഈ കേസ് അവസാനിക്കുന്നില്ലല്ലോ. സ്വാഭാവികമായും എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ നിങ്ങൾ പറയുന്നത് പിന്നെ ഇതിൽ അധികാരത്തിൻ്റെ ഹുങ്കുള്ളവർക്കാണ് ഇതിൽ എന്തോ ഒരു പങ്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അധികാരത്തിൻ്റെ ഹുങ്കുള്ള ആളുടെ തലയിലെങ്കിൽ ഇരിക്കട്ടെ എന്ന് നിങ്ങൾ സ്ഥാപിക്കുകയാണ്. ഞാൻ പറയുന്നത് അന്വേഷണം നടക്കണം. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയണം. നിങ്ങൾ ജേർണലിസ്റ്റുകൾ മറ്റേതെങ്കിലും എവിഡൻസ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയോ? ഇത് പോയോ, അല്ലെങ്കിൽ ഇത് എവിടെയാണ് ഇരിക്കുന്നത്, എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ കയ്യിൽ തെളിവൊന്നും ഇല്ലല്ലോ. എൻ്റെ കയ്യിലും തെളിവില്ല. സ്വാഭാവികമായും പോലീസ് അന്വേഷണവും KSRTCയുടെ ഡിപ്പാർട്ട്മെന്റ് ലെവലിലെ അന്വേഷണവും ഒക്കെ വരും. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വസ്തുതകൾ വരുമ്പോൾ ഞാൻ ഇതേ ഫ്ലോറിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ വന്നിരിക്കും. അതിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ടോ അതിനെ സംബന്ധിച്ച് എൻക്വയറിയോ സംബന്ധിച്ച് വന്നാൽ ഞാൻ വന്നിരിക്കാം. അതിനു മുമ്പ് ഇതിൻ്റെ എല്ലാം കാര്യകാരണം ആര്യ രാജേന്ദ്രനാണെന്നും അധികാരത്തിന്റെ ഹുങ്കാണെന്നും ഈ പ്രതി എന്ന് പറയുന്ന ഈ ക്രിമിനൽ സ്വഭാവമുള്ള ആള് വിശുദ്ധനാണെന്നും നിങ്ങൾ പറയാൻ ശ്രമിച്ചാൽ ഈ ആധുനിക, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പറയാത്ത കാര്യം പറഞ്ഞു പറയുന്നത്, അങ്ങനെ ഒരു യുക്തി ഉണ്ടാക്കുന്നത് ശരിയല്ല. ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം, എനിക്ക് മറ്റ് പാനലിസ്റ്റുകളിലേക്ക് പോകണം. അതിനു മുമ്പ് ഒന്ന്, ഈ ഡ്രൈവർ കുറ്റവാളിയല്ല, വിശുദ്ധനാണ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നില്ല. അതിൽ അന്വേഷണം നടക്കട്ടെ. പക്ഷേ ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ വേർഷൻ പല കുറി തിരുത്തേണ്ടി വന്നു. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ലഹരി ഉപയോഗിച്ചു എന്ന വളരെ ശക്തമായ ഒരു ആരോപണം KSRTCയിലെ ഡ്രൈവർക്കെതിരെ ഉന്നയിച്ചു. തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, മറിച്ചാണ് റിപ്പോർട്ട്. രണ്ട്, ഞങ്ങൾ അപകടകരമായ നിലയിലോ അല്ലാത്ത നിലയിലോ വണ്ടി കൊണ്ടുവന്ന് കുറുകെ ഇട്ടിട്ടില്ല. ഞങ്ങൾ വണ്ടി റെഡ് ലൈറ്റ് ആയപ്പോൾ പാർക്ക് ചെയ്ത ശേഷം ഡ്രൈവറോട് ഒന്ന് സംസാരിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. മേയർ പറഞ്ഞു. അങ്ങനെയല്ല വസ്തുത, അതിന് CCTV ദൃശ്യമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾ പറഞ്ഞ കാര്യം തെറ്റാണ് എന്ന് മാലോകർക്ക് മുഴുവൻ മനസ്സിലായി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത്, നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കുള്ള ഏറ്റവും സുപ്രധാനമായ തെളിവ്, അതായത് ഈ ആംഗ്യം കാണിച്ചു എന്ന കാര്യത്തിനുള്ള ഏറ്റവും സുപ്രധാനമായ തെളിവാകേണ്ട CCTV ആവിയായി പോയി, ഇല്ലാതെ പോയി, അപ്രത്യക്ഷമായി പോയി. പിന്നെ ഞാൻ ഇവിടെ നിന്ന് എന്ത് ചോദിക്കണം ഷിജു ഖാൻ? ദയവ് ഇത് കേൾക്കൂ. അതായത് വാസ്തവത്തിൽ ഇപ്പോഴും അഭിലാഷ് ഇടപെടല്ലേ, കാരണം നിങ്ങളൊക്കെ പ്രകോപിതരായി ഇടപെടും, അതുകൊണ്ട് ഇടപെടരുത്. ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നമ്മളൊരു എൻ്റെ പോക്കറ്റ് അടിച്ചുകൊണ്ട് ഒരാൾ പോവുകയാണ്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കയറി മോഷണം നടത്തുകയാണ്, അല്ലെങ്കിൽ എൻ്റെ വാഹനത്തെ ഇടിച്ചിട്ടിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഇടിച്ചിട്ടിട്ട് പോവുകയോ അല്ലെങ്കിൽ അപ്രകാരം ഇടിക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്ത് ഒരു വാഹനം കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഈ വിഷയം എന്താണെന്ന് അന്വേഷിക്കും, നമ്മൾ പ്രതികരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായെന്ന് വരും. അത് അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീ, ഇപ്പോൾ നിങ്ങളുടെ അമ്മയോ പെങ്ങളോ എൻ്റെ അമ്മയോ പെങ്ങളോ ആരോ ആയിക്കോട്ടെ, ഈ ലൈംഗിക ചേഷ്ട എന്താണെന്നും ഞാൻ അഭിലാഷിന് ഫോൺ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് അതിനെ സംബന്ധിച്ച് പറഞ്ഞു. അതായത് ഒരു ലൈംഗിക ചേഷ്ട ഒരു സ്ത്രീയോട് കാണിക്കുന്ന ക്രിമിനൽ മനോവൈകൃതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം അവിടെ നടക്കുന്നു. നിങ്ങൾ ഇന്നലെ ഞാൻ ആലോചിക്കുന്നത് ഗോപികൃഷ്ണനും അഭിലാഷും ഒക്കെ ഒരേ സ്ക്രിപ്റ്റ് ആണോ അവതരിപ്പിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾ ഈ വിഷയത്തിൽ അതാണ് അടിസ്ഥാന പ്രശ്നം ലൈംഗിക ചേഷ്ടയാണ്. അതിനെ നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കും? നിങ്ങൾ അത് നടത്തിയ ഡ്രൈവറെ എങ്ങനെ അങ്ങനെ ഒരു ചേഷ്ട ഉണ്ടായിട്ടില്ല എന്ന് അയാൾ പറയുന്നു. അയാള് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവരെ സോറി പറയാൻ വിളിക്കുമ്പോൾ പോലും പറയുന്നത് അങ്ങനെ ഒരു കാര്യം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ബസ്സിൽ 3 ക്യാമറ വെച്ചിട്ടില്ലേ? ഒരു ക്യാമറ ഡ്രൈവറുടെ ഫേസ് ചെയ്തുകൊണ്ട് ഡ്രൈവറുടെ ക്യാബിനിലാണ്. ആ ലൈംഗിക ചേഷ്ട ആ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാവും.
അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ചർച്ച പോലും നടത്തേണ്ട കാര്യമില്ലല്ലോ. കേരളവും ഞാനും എല്ലാവരും ആര്യ രാജേന്ദ്രനും ഒരു സംശയവും വേണ്ട ഷിജുഖാൻ. പക്ഷേ ആ ബസ്സിലെ മാത്രം CCTV ദൃശ്യങ്ങൾ അപ്രത്യക്ഷമാവുന്നത് ദുരൂഹമാണ്. ആ CCTV ക്യാമറയിലേക്ക്, ഈ ബസ്സിനകത്തേക്ക് അതിലേക്ക് ആക്സസ് കേരളം ഭരിക്കുന്നത് നിങ്ങളാണ്. വേറെ ആർക്കാണ് അതിലേക്ക് ആക്സസ്? അല്ലല്ല അതൊന്നും വാസ്തവത്തിൽ നിങ്ങൾ ജേർണലിസത്തിന്റെ ബേസിക് ആയ പാഠങ്ങൾ മറന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ജേർണലിസത്തിന്റെ ബേസിക് പാഠങ്ങൾ നിങ്ങൾ മറക്കുകയാണ്. ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു CCTV ദൃശ്യങ്ങൾ അടങ്ങുന്ന ചിപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒക്കെ നമ്മുടെ മുന്നിൽ അതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമല്ലേ? ആ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യം ഇതെല്ലാം നിങ്ങൾക്കാണ്. അതായത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാനും കേരളത്തിലെ CPI അതൊക്കെ അന്വേഷണത്തിൽ വരുന്ന കാര്യം. ഈ വണ്ടി ഓടിച്ച ആള് ലൈംഗിക കുറ്റവാളിയാണ് എന്നുള്ളത് ഷിജുഖാന് നേരത്തെ അറിയാം. ബാക്കിയൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യവും അല്ലല്ല. ഞാൻ പറഞ്ഞത് സ്വാഭാവികമായി ഇതൊക്കെ പിന്നെ ഇന്ന് പുറത്തു വന്ന വാർത്ത, ഞാൻ ഇന്നൊരു 12 മണിക്ക് ഇരിക്കുമ്പോൾ ഏഷ്യാനെറ്റ് ആണെന്ന് തോന്നുന്നു ആദ്യം ഈ വിഷയത്തിൽ വിളിക്കുകയാണ്, ഇങ്ങനെ CCTVയുമായി ബന്ധപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു ആ വിഷയം എനിക്കറിയില്ല, അതെന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. സ്വാഭാവികമായും KSRTCയും പോലീസും ആ ഡിപ്പാർട്ട്മെന്റ് ലെവലിലുള്ള അന്വേഷണമൊക്കെ നടക്കുമ്പോൾ അത് കൃത്യമായി പുറത്തു വരുമല്ലോ. പിന്നെ നിങ്ങൾ ഇതുപോലെ എത്ര രാത്രികളിൽ നിലവിളിച്ചിരിക്കുന്നു അഭിലാഷേ, AKG സെന്ററിന് മുന്നിൽ നടന്നിട്ടുള്ള പിന്നെ ആക്രമണത്തെ സംബന്ധിച്ച് നിങ്ങൾ ഒന്നുമില്ല, ഒന്നും സംഭവിച്ചില്ല എന്നൊക്കെ എത്ര ദിവസം നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്തൊക്കെ കാര്യങ്ങളിൽ വിലപിച്ചിട്ടുണ്ട്, വിലപിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇന്ന് രാത്രി ലോകം അവസാനിക്കുവോ? അല്ല, ലോകം ഒന്നും അവസാനിക്കില്ല. അവസാനിക്കാതിരുന്നാൽ മതി. നാളെ ഈ പറഞ്ഞ ദൃശ്യങ്ങളിൽ ഇയാൾ മോശമായി പെരുമാറുന്ന ദൃശ്യം വരുമ്പോൾ നിശ്ചയമായും അയാളാണ് കുറ്റക്കാരനെന്ന് പറയും. അതിൽ കുഴപ്പമൊന്നുമില്ല. അഭിലാഷേ, നിങ്ങള് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഓഫീസറാണോ? ഈ CCTV ദൃശ്യങ്ങളൊക്കെ ഈ സർക്കാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കടത്തിക്കൊണ്ട് പോയി എന്ന ഒരു നിഗമനത്തിലെത്താൻ നിങ്ങൾ CBI പോയി എന്ന് ഞാൻ പറഞ്ഞില്ല. പോയോ? അത് എവിടെ? അപ്രത്യക്ഷമായി പോയി. നമ്മുടെ സംസ്ഥാനത്ത് പലതും അങ്ങനെയാണല്ലോ. അകത്ത് നിന്നാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അതാണ് നിന്ന നിപ്പിൽ അപ്രത്യക്ഷമാവുന്ന ഒരു പ്രത്യേകതരം സംവിധാനമാണ്. ഞാൻ വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോ ഇവിടെ ഉന്നയിച്ചിട്ടുള്ള ആരോപണം എവിടെയാണ് നിന്ന നിപ്പിൽ അപ്രത്യക്ഷമാകുന്ന പ്രത്യേക സംവിധാനം എവിടെയാണ് അഭിലാഷേ? കേരളത്തിൽ അല്ലാതെ എവിടെയാണ്? ഞങ്ങൾക്കറിയില്ല എവിടെയാണ്. എന്താ പിന്നെ ഈ ബസ്സിലെ CCTVയുടെ ദൃശ്യം കൊണ്ടുപോവാ പോലീസിന് കിട്ടിയോ? അതാണ് നിങ്ങൾ പോലീസ് അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കല്ലേ? പോലീസിന്റെ കയ്യിലുണ്ടോ? കിട്ടിയോ? ഒന്ന് അന്വേഷിക്കാൻ പോയിട്ട് കിട്ടിയോ? അല്ലല്ല, അതൊന്നും എനിക്കറിയില്ല. എനിക്കറിയാം. എന്നാ കിട്ടിയിട്ടില്ല. അഭിലാഷിന്റെ മുന്നിൽ എനിക്കറിയാം കിട്ടിയിട്ടില്ല. പോലീസിന്റെ കയ്യിൽ ഒന്നുമില്ല. അഭിലാഷേ അഭിലാഷേ നിങ്ങൾ എത്ര കേസുകളിൽ പോലീസിന്റെ തലയിൽ വെച്ച് ഇതാ അന്തം വിട്ട് കുന്തം വിഴുങ്ങി, അവസാനം നിങ്ങളല്ലേ കുന്തം വിഴുങ്ങേണ്ടി വരുന്ന? നമുക്ക് നോക്കാം. ഇത് അന്വേഷിക്കുക. നിങ്ങൾ എന്താ പറയാ, ആരോപണത്തിന്റെ ഭാഗത്തുള്ള ഒരു വിഷയമല്ലേ, അപ്പൊ കണ്ടുപിടിക്കണ്ടേ? ഇത് അറിയണ്ടേ? നാട്ടുകാർ അറിയണ്ടേ? അത്രേ ഇതുപോലെ നമുക്കൊന്ന് നമുക്കിരിക്കാം. എനിക്കതിൽ മുൻവിധിയൊന്നും ഇല്ല കേട്ടോ ഷിജുഖാൻ. ഇക്കാര്യത്തിൽ ആര്യ രാജേന്ദ്രനെ അപമാനിക്കുന്ന വിധത്തിൽ ആ ഡ്രൈവർ പെരുമാറിയിട്ടുണ്ടെങ്കിൽ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം. അതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ആരുടെങ്കിലും പക്ഷം പിടിക്കുന്നു എന്ന് വിചാരിക്കണം. ഞാൻ എത്ര വിശാല മനസ്കതയാണ് അഭിലാഷിനൊക്കെ ഉള്ളത്. വിശാല മനസ്കതയുടെ പ്രശ്നമല്ല, നീതിയുടെ പക്ഷത്ത് നിൽക്കുക എന്നുള്ളത് പ്രാഥമികമായ ഒരു മനുഷ്യത്വമല്ലേ? അത്രേ ഉള്ളൂ. പുലഭ്യം മുഴുവൻ സോഷ്യൽ മീഡിയയിൽ വിളിച്ചതൊക്കെ വേറെ വിഷയം. പെരുങ്കള്ളി എന്ന് മാത്രം പറഞ്ഞില്ല, അതിനപ്പുറമുള്ള എല്ലാ വാക്കും ഉപയോഗിച്ച് നിങ്ങളെപ്പോലെ മാന്യദേഹങ്ങൾ ആക്ഷേപിച്ച ശേഷം ഇപ്പോ പറയുന്നു ഇല്ല, ഒരു ആക്ഷേപവും നടത്തിയിട്ടില്ല ഷിജുഖാൻ. ഇത് കാണുന്ന ആളുകൾ സാമാന്യ ബുദ്ധിയുള്ളവരല്ലേ? അവര് ടെലിവിഷൻ കാണാനും പത്രം വായിക്കാനും ഒക്കെ അറിയുന്ന ആളുകളല്ലേ? അവര് വിലയിരുത്തട്ടെ. ഓക്കെ. ഞാൻ ആ തർക്കം വിട്ടു. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല സാമാന്യം ബുദ്ധിയുള്ള ആളുകൾ ആണെന്ന് വിലയിരുത്തിക്കോട്ടെ. ഞാൻ പറഞ്ഞ കാര്യം മാത്രം വിലയിരുത്തിക്കോട്ടെ എന്നല്ലോ. ഞാനും താങ്കളും മറ്റുള്ളവരും ഒക്കെ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ വിലയിരുത്തിക്കോട്ടെ എന്നുള്ളതാണ്. ഞാനത് വിട്ടു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, വളരെ ഗൗരവതരമായ ആരോപണമാണ് ലൈംഗിക അതിക്രമം എന്നുള്ളത്. അപ്പോൾ അത് ആംഗ്യം കൊണ്ടായാലും അതുണ്ടാക്കുന്ന ട്രോമ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ അതിന് മേയർ അല്ലാത്ത ആളെന്നോ ഒന്നും വ്യത്യാസമില്ല. അപ്പോൾ മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ സഹോദര ഭാര്യയും അങ്ങനെ ഒരു കാര്യത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി അവർക്ക് നീതി കിട്ടേണ്ടതാണ്. ഈ വിഷയത്തിനകത്ത് അങ്ങനെ ഒരു അതിക്രമം ഉണ്ടായിട്ടുള്ള അവരുടെ സ്വാഭാവികമായ ഔട്ട്റേജ് ആണ് എന്ന നിലയിൽ താങ്കൾ കാര്യങ്ങളെ കാണുന്നുണ്ടോ, അതോ അതിനപ്പുറത്ത് ചില കാര്യങ്ങൾ ഇവിടെ മറയ്ക്കപ്പെടുന്നുണ്ടോ? അഭിലാഷ, ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം എത്രയൊക്കെ ചർച്ച ചെയ്താലും ഹരിചന്ദ്രനായും പെരുങ്കള്ളിയായും തുടരും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവിടെ ആരെയും മനഃപൂർവ്വമായി പെരുങ്കള്ളിയാക്കാൻ ശ്രമിക്കുന്നില്ല. ഒരു വിഷയമുണ്ടായിരിക്കുന്നു. ആ വിഷയമുണ്ടാകുന്നത് പട്ടത്ത് വെച്ചാണ്. പട്ടത്ത് വെച്ച് ഒരു KSRTC സൂപ്പർഫാസ്റ്റിൻ്റെ ഡ്രൈവറുമായി നഗരമാതാവും അവരുടെ ഭർത്താവ് കൂടിയായ ബാലുശ്ശേരി MLA
സച്ചിൻ ദേവും ഉൾപ്പെടെ അവരുടെ കുടുംബാംഗങ്ങൾ സഞ്ചരിച്ച വാഹനവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാകുന്നു. ആ തർക്കം മുന്നോട്ട് പോകുന്നു. അത് പിന്നെ ട്രിഡയുടെ പാളയത്ത് ട്രിഡയുടെ കോംപ്ലക്സിന് മുന്നിൽ വെച്ച് ആ വാഹനം തടഞ്ഞു നിർത്തുന്ന രീതിയിലേക്ക് എത്തുന്നു. തുടർന്ന് ചർച്ചകൾ ഉണ്ടാകുന്നു. ആ ചർച്ചയുടെ ഭാഗമായിട്ട് ഏറ്റവും അവസാനം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ മേയറാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ്. ആ മേയർ സംസാരിച്ചതെല്ലാം നമ്മൾ ആദ്യം മുഖവിലേക്കെടുത്തു. എന്നാൽ തെളിവുകളെല്ലാം അവർ പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ പറഞ്ഞു, എനിക്കെതിരായി ലൈംഗിക ആക്ഷേപം നടത്തിയവർ, ആക്ഷേപം നടത്തിയ ഡ്രൈവർ മദ്യപിച്ചിരുന്നു, അദ്ദേഹം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞു. പോലീസ് ആ സ്പോട്ടിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നു. അദ്ദേഹത്തെ കൊണ്ടുപോയി ലഹരി പരിശോധനയ്ക്ക് വിധേയനാക്കുന്നു. അദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുന്നു. ഈ പറയുന്ന എവിടെ വെച്ചാണോ ഇവർ വാഹനം തടഞ്ഞിട്ടത്, ആ വാഹനം തടഞ്ഞിട്ടത് അവിടെ റെഡ് സിഗ്നലിൽ നിർത്തിയപ്പോഴാണ് ഞങ്ങൾ പോയി സംസാരിച്ചതെന്ന് പറയുന്നു. പച്ചക്കള്ളമാണെന്ന് പറയുന്നു. പച്ചക്കള്ളമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. എന്തുകൊണ്ടാണ്? ആ റെഡ് സിഗ്നലിന് മുന്നിലുള്ള അവിടെ ഗ്രീൻ സിഗ്നൽ വരുമ്പോൾ അതിന് മുന്നിലേക്ക് ഇടതുവശത്തുകൂടി വണ്ടി ഓവർടേക്ക് ചെയ്ത്, അവർ സഞ്ചരിക്കുന്ന കാർ ഓവർടേക്ക് ചെയ്ത് സീബ്ര ലൈനിൽ ക്രോസ് ഇട്ടുകൊണ്ടാണ് ആ വാഹനം തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. അങ്ങനെ പറയുന്നവരെ പച്ചക്കള്ളി എന്നല്ലേ പറയേണ്ടത്? അപ്പോൾ ആ രീതിയിൽ തുടർച്ചയായി പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മേയർ തിരുവനന്തപുരത്തിന് അപമാനമാണ്. ആ മേയർ ആയിക്കോട്ടെ, അത് മാറ്റിവെക്കൂ. അതിനപ്പുറം അവരത് പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്താണ്? അവർ പറയുന്നു, ഞങ്ങൾ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്തിട്ടില്ല. ഓവർടേക്ക് ചെയ്ത് നമുക്ക് ബോധ്യപ്പെടുന്നു. ഈ ഡ്രൈവർക്കെതിരായി പറഞ്ഞിരിക്കുന്ന ആദ്യം 2 ആക്ഷേപങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ലൈംഗിക അധിക്ഷേപം നടത്തി. രണ്ടാമത്തേത്, അദ്ദേഹം മദ്യപാനിയായിരുന്നു അല്ലെങ്കിൽ ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നു. ഒന്ന് തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തേത് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ഏക പോംവഴി, ഫ്ലൈറ്റിൽ എങ്ങനെയാണോ ബ്ലാക്ക് ബോക്സ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കൃത്യമായി ഡ്രൈവറുടെ തലയ്ക്ക് മുകളിൽ തന്നെ കൃത്യമായി ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ക്യാമറയുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ്, അത് ഇപ്പോൾ വിവാദമായി. അതിനെക്കുറിച്ച് അന്വേഷണം വരുമ്പോൾ ഡ്രൈവർ ഒരു ഭാഗത്ത് നിൽക്കുന്നു, മേയർ മറുഭാഗത്ത് നിൽക്കുന്നു. അപ്പോൾ ആ മെമ്മറി കാർഡിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ വാഹനത്തിൽ നിന്ന് മാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു. നോക്കൂ, അവിടെ ഈ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോൾ ആ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതിന് 10-15-20 മിനിറ്റ് മുമ്പ് മുതൽ ഈ ഡ്രൈവർ മേയറുടെ ഭർത്താവ് കൂടിയായ MLAയുടെയും കൺട്രോളിലും നിരീക്ഷണത്തിലുമാണ്. ഞാൻ പറഞ്ഞു തരട്ടെ, മേയറുടെ ഭർത്താവ് അതിക്രമിച്ച ആ വാഹനത്തിൽ കയറി. ഇവർക്ക് എന്ത് അവകാശമാണ് ബസ് തടഞ്ഞു നിർത്താൻ? ഏത് നിയമത്തിന്റെ പിൻബലത്തിലാണ് ഒരു സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ബസ് തടഞ്ഞു നിർത്തിയത്? അപ്പോൾ പറയുന്നത് ലൈംഗിക അധിക്ഷേപം നടത്തി. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ലൈംഗിക അധിക്ഷേപം എന്നൊക്കെ പറഞ്ഞ് ഞാൻ 92 മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാളാണ്. KSRTC സൂപ്പർ ഫാസ്റ്റിന്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഡ്രൈവർ, അതിന്റെ ക്യാബിനിൽ ലൈറ്റ് ഇല്ല. ഡ്രൈവർ ആ KSRTC സൂപ്പർ ഫാസ്റ്റിനുള്ളത് 4 ഹെഡ്ലൈറ്റ്സ് ഉണ്ട്. അങ്ങനെ ഹെഡ്ലൈറ്റ്സ് ഇട്ട് പോകുന്ന വണ്ടി, അതിന് തൊട്ട് മുമ്പേ പോകുന്ന കാറിൽ ഇരിക്കുന്നവർ തിരിഞ്ഞു നോക്കിയാൽ കാണുന്ന രീതിയിൽ ആംഗ്യവിക്ഷേപം നടത്തി എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ, തൊണ്ട തൊടാതെ വിഴുങ്ങാനൊന്നും ഞങ്ങൾ അത്ര മണ്ടന്മാരല്ല. അപ്പോൾ ഇല്ലാത്ത ഒരു ആക്ഷേപം അവിടെ ഉണ്ടാക്കുന്നു. ഇനി അത് ശരിയാണെന്നിരിക്കട്ടെ. ഇനി മേയറുടെ ഇത്തരത്തിലുള്ള ആരോപണം അല്ലെങ്കിൽ ആക്ഷേപം അല്ലെങ്കിൽ പരാതി കഴമ്പുള്ളതാണെന്നിരിക്കട്ടെ. സമയം എത്ര കഴിഞ്ഞിരിക്കുന്നു? ഇവിടെ ആരോടാണ് ഈ ഷിജു ഖാൻ വെല്ലുവിളി നടത്തുന്നത്? സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നതാരാണ്? ഇത്രയും ദിവസമായിട്ടും അതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ആഭ്യന്തര വകുപ്പിന്റെ പരാജയത്തെക്കുറിച്ചല്ലേ ഷിജു ഖാൻ സംസാരിക്കുന്നത്? ആഭ്യന്തര വകുപ്പിന്റെ പരാജയത്തെക്കുറിച്ചല്ലേ മേയർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച മറച്ചു പിടിക്കാൻ അല്ലെങ്കിൽ മേയർ പറഞ്ഞത് കള്ളമാണ്. ഇത് രണ്ടിലൊന്നും സംഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് മെമ്മറി കാർഡ് നോക്കൂ, ഒന്നിനു പുറകെ ഒന്നായി. ആ ഡ്രൈവർ കുഴപ്പക്കാരനാണെന്ന് ഷിജു ഖാൻ പറയുന്നു. വാദഗതിക്ക് വേണ്ടി അതും അംഗീകരിച്ചേക്കാം. അങ്ങനെ കുഴപ്പക്കാരനാണെങ്കിൽ എന്തുകൊണ്ടാണ് KSRTC, നമുക്കറിയാം, ഒരു AMVI അദ്ദേഹത്തിന്റെ ഭാര്യയോട് മോശമായി പെരുമാറുകയും ഭാര്യ ആത്മഹത്യ ചെയ്തപ്പോൾ ആ AMVI സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു അല്ലേ? ഇവിടെ എന്തുകൊണ്ടാണ് സർവീസിൽ സസ്പെൻഡ് ചെയ്ത ഒരു ലെറ്റർ പോലും കൊടുക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് KSRTC അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്തത്? അപ്പോൾ ഇവിടെ നിങ്ങൾ ഇല്ലാക്കഥകൾ ഉണ്ടാക്കുന്നു. ആ ഇല്ലാക്കഥകൾ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. ഞാൻ അഭിലാഷ് ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏത് നേതാവായാലും വിളഞ്ഞു പഴുക്കണം. വിളയാതെ പഴുത്താൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് CPM നേതൃത്വം ഇടപെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പോലും ഇത്തരത്തിൽ ഈ മേയറുടെ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. CPM മൊത്തത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ ബാക്കി പത്രമായിട്ടാണ് മെമ്മറി കാർഡ് പോലും നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ശരി, അതാണ് കോൺഗ്രസിന്റെ ചാർജ്. അതിന് ഷിജു മറുപടി. ശ്രീ യുവരാജ് ഗോകുൽ, ഇവിടെ ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷം യദു എന്ന ഇപ്പോൾ നമ്മോട് കൂടെയുള്ള ഡ്രൈവർ വിളിച്ച് സംസാരിക്കുന്നുണ്ട്, മേയറെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ആ സംസാരത്തിൽ മേയർ വളരെ പക്വമതിയായിട്ടാണ് സംസാരിക്കുന്നത്. അവർ പറയുന്നത് ഇത് ഒരു മേയർ അല്ലെങ്കിൽ ഒരു MLA എന്ന പദവിയിലിരിക്കുന്ന ആളുകൾ ബഹുമാനക്കുറവ് നേരിട്ടതോ അല്ലെങ്കിൽ ഞങ്ങളോട് സംസാരിച്ചതോ എന്നുള്ളതല്ല പ്രശ്നം. നമ്മളൊക്കെ പബ്ലിക് സർവൻസ് ആണ്. അപ്പോൾ ജനങ്ങളോട് വളരെ നല്ല നിലയ്ക്ക് ഇടപഴകണം. അങ്ങനെ അല്ലാത്ത പെരുമാറ്റം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് അവർ പറയുന്നു. അപ്പോൾ ഇതിനെ ആ തരത്തിൽ അവരുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് കടന്നുപോയി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എങ്കിലും ഇത്തരത്തിൽ പൊതുജനങ്ങളുമായി ഇടപഴകുന്ന ആളുകൾ സൗമ്യമായും മാന്യമായും പെരുമാറണം എന്ന അർത്ഥത്തിലുള്ള ഇടപെടലായിരുന്നോ? താങ്കൾക്ക് എന്ത് തോന്നുന്നു?
പക്ഷേ ഇതിനകത്ത് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഈഗോ ക്ലാഷിൻ്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവർക്ക് എന്തോ സൈഡ് കൊടുത്തിട്ടുണ്ടാവില്ല, ഇവർ ഹോൺ അടിച്ചിട്ടുണ്ടാവും, അതിൻ്റെ പേരിലുണ്ടായിരിക്കുന്ന പ്രശ്നമാണ്. ഇതിനകത്ത് ഇപ്പോൾ മേയർ കഴിഞ്ഞ ദിവസം വളരെ വികാരഭരിതയായിട്ട് നഗരസഭയ്ക്കകത്തിരുന്ന് സ്ത്രീയുടെ വിഷയമാണ്, സ്ത്രീത്വത്തിൻ്റെ വിഷയമാണ്. നമുക്ക് 100% ഉറപ്പാണ് രാഷ്ട്രീയ ഭേദമന്യേ ഒരു സ്ത്രീ ഇവിടെ ലൈംഗികപരമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള അധിക്ഷേപം നേരിട്ടിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയ നേതൃത്വവും മാധ്യമങ്ങളും എല്ലാം അവർക്കൊപ്പം തന്നെ നിന്നിരുന്നേനെ. കാരണം ഈ ഡ്രൈവർ എന്ന് പറയുന്ന വ്യക്തി വലിയ രാഷ്ട്രീയമായിട്ട് വലിയ പിടിപാടുകളുള്ള ആളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ സംഭവമായിട്ടുള്ള ഒരാളോ ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എന്താണ് പ്രശ്നം? ആ ബസ്സിനകത്ത് എത്രയോ യാത്രക്കാരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മിനിമം 2 യാത്രക്കാരെങ്കിലും അതിനകത്ത് ഉണ്ടായിരുന്നു. ഒരാളെങ്കിലും ആ ഡ്രൈവർക്കെതിരായിട്ട് ഒരു മൊഴി പറയണ്ടായിരുന്നോ? ഇന്നയാൾ ഇത് കാണിക്കുന്നത്. ഇപ്പോൾ ഈ നമുക്കറിയാം ബസ്സും കാറും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് എന്താണ്, ഇതൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ബസ്സിലിരിക്കുന്ന ഒരാൾ ലൈംഗികമായിട്ടൊരു ചേഷ്ട കാണിക്കുന്നു, അത് താഴെ കാറിലിരിക്കുന്നവർ കാണുന്നു, ഈ ബസ്സിലിരിക്കുന്ന ഇത്രയധികം യാത്രക്കാർ കാണുന്നില്ല. ഇവർക്ക് ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഇവർക്ക് മുമ്പോട്ട് വയ്ക്കാൻ സാധിച്ചിട്ടുള്ളത്? ഒന്നും തന്നെ ഇല്ല. ഒരു ഇഷ്യൂ ഉണ്ടായി, അത് ഈഗോപരമായൊരു ഇഷ്യൂ ആണ്. കുറച്ചുകൂടി പക്വതയോടുകൂടി മേയർ ഇടപെടേണ്ടതായിരുന്നു, കുറച്ചുകൂടി പക്വതയോടുകൂടി സച്ചിൻ ദേവ് ഇടപെടേണ്ടതായിരുന്നു, അല്ലെങ്കിൽ കൂടെയുള്ളവർ അവരിരിക്കുന്ന പദവികൾ എന്താണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതായിരുന്നു. അവർക്ക് ഇടപെടാൻ 1000 വഴികളുണ്ടായിരുന്നു എന്ന്. ഇപ്പോൾ ഒരു സാധാരണ ഇപ്പോൾ എന്നെയോ നിങ്ങളെയോ അല്ലെങ്കിൽ മറ്റൊരാളെ പോലുള്ള ഒരു പൗരനാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്നത് പോലെ ഇപ്പോൾ വണ്ടി കൊണ്ടുവരുന്നു, അവിടെ ചേസ് ചെയ്ത് നിർത്തുന്നു, അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു, അടി ഉണ്ടാകുന്നു, ഇത് സംഭവിച്ചേക്കാം സാധാരണക്കാരൻ. ഇവരാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഫോൺ കോളിൽ ഈ പറയുന്ന ബസ്സിനെ പോലീസിനെ ഉപയോഗിച്ച് തന്നെ തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ ഈ ഡ്രൈവർക്കെതിരായിട്ട് നടപടി സ്വീകരിപ്പിക്കാനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ഇത് ഈഗോപരമായ ഇഷ്യൂ ആണ്. ഞങ്ങൾ എന്തോ സംഭവമാണ്, ഞങ്ങൾക്കെതിരായിട്ട് ഇത് കാണിച്ചാൽ ഞങ്ങൾ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ ഒരു വിഷയം മാത്രമാണ്. ഇപ്പൊ അതിനെ മറയ്ക്കാൻ വേണ്ടി പെട്ടു. സത്യം പറഞ്ഞാൽ അതാണ് യാഥാർത്ഥ്യം. പെട്ടു. ഇതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കുറെ ലൈംഗിക ആരോപണം കൊണ്ടുവരുന്നതായിട്ടാണ് പ്രഥമ ദൃഷ്ടിയെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അന്തിമമായി ജഡ്ജ് ചെയ്യാൻ കഴിയില്ല, നമ്മൾ 100% ഉറപ്പിക്കാനും പറ്റില്ല. പക്ഷേ യദു, ഇപ്പോൾ ഈ വിഷയത്തിൽ ഏറ്റവും നിർണായകമായ തെളിവ് എന്ന് പറയുന്നത് താങ്കളുടെ ക്യാബിന് മുകളിൽ ഉണ്ടായിരുന്ന ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ആയിരുന്നു. പക്ഷേ ആ ദൃശ്യങ്ങൾ ഇപ്പോഴെന്തായാലും പോലീസിന് എടുക്കാൻ കഴിയുന്നില്ല. അതിന്റെ മെമ്മറി കാർഡ് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ദൃശ്യമില്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ എങ്ങനെ തെളിയിക്കുമെന്നുള്ള കാര്യത്തിൽ പോലീസിനെ സംബന്ധിച്ചും ഒരു ഊഹവും ഉണ്ടാകില്ല. പിന്നെ മൊഴികളെക്കാൾ ആധികാരികം എന്ന് പറയുന്നത് ഈ ദൃശ്യങ്ങളായിരുന്നു. ഈ ദൃശ്യങ്ങൾ എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് താങ്കൾ വിചാരിക്കുന്നു? ഞാൻ വണ്ടി ഓടി തിരുവനന്തപുരത്ത് വരുന്നതിന് മുമ്പ് പാളയം വരുന്നവരെ അത് റെക്കോർഡിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഉള്ള കാര്യങ്ങൾ എനിക്കറിയത്തില്ല. വണ്ടി എൻ്റെ കയ്യിലില്ലായിരുന്നു, ഞാൻ സ്റ്റേഷനിലായിരുന്നു. അത് കഴിഞ്ഞ് CMDക്കല്ലേ അതിൻ്റെ ഉത്തരവാദിത്വം, അവരാണ് പറയേണ്ടത് എന്ത് ചെയ്തു, മെമ്മറി കാർഡ് എന്ത് ചെയ്തെന്നും കാര്യങ്ങളെല്ലാം അവരാണ് പറയേണ്ടത്. അല്ലാതെ ഈ മെമ്മറി കാർഡ് അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് പോലും എനിക്കറിഞ്ഞൂടെ. നേരെ ഇവിടെ നിന്ന് റെക്കോർഡിങ് CMDയുടെ അടുത്തോട്ടാണ് പോകുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു മെമ്മറി കാർഡ് ഉണ്ടെന്ന് ഈ വാർത്തകൾ കേട്ടപ്പോഴാണ് മനസ്സിലായത്. അല്ല, സാധാരണ നിലയിൽ ഇതൊക്കെ ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ബസ്സിൽ CCTV ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്തായാലും അറിയാമല്ലോ. ഇത് ആരുടെ കൺട്രോളിലാണ്? ഇത് കൺട്രോൾ എന്ന് വെച്ചാൽ CMDയുടെ കൺട്രോളിലാണ് വരുന്നത്. CMD അത് ഡയറക്ട്ലി CMDയുടെ കൺട്രോളിലാണ്. ഞാൻ ചോദിക്കുന്നത് ഇത് പരിശോധിക്കാനോ അതല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാനോ അത്തരത്തിലുള്ള ആക്സസ് ആർക്കാണ്? ആക്സസ് നമ്മുടെ ATO അല്ലെങ്കിൽ CMD ആയിരിക്കും. മേൽ ഉദ്യോഗസ്ഥരവരാണ്. അല്ലാതെ വേറെ ആർക്കും അത് തൊടാനോ എടുക്കാനോ കോപ്പി എടുക്കാനോ പറ്റില്ല. അപ്പോൾ ഇത് ഈ ഡിപ്പോയിൽ എത്തിയതിനു ശേഷം ഇപ്പോൾ താങ്കളെ ആ ബസ്സിനകത്ത് നിന്ന് പോലീസ് കൊണ്ടുപോയി, അതിനുശേഷം ആ ബസ് അവിടെ കിടക്കായിരുന്നു, താങ്കൾ പിന്നെ ബാഗ് എടുക്കാനാണ് ബസ്സിലേക്ക് വന്നത്. അപ്പൊ അതിനുശേഷം ബസ് ഡിപ്പോയിൽ പോയതിനു ശേഷമായിരിക്കുമോ ഈ കാർഡ് അതിൽ നിന്ന് എടുത്തിട്ടുണ്ടാവുക? ആയിരിക്കും. അതിനാണ് സാധ്യത. പാളയത്താണ് ബസ് കിടന്നതും, അതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റത്തില്ല. ബസ്സിന് അതിനിടയ്ക്ക് ആരെങ്കിലും കയറിയോ, കണ്ടക്ടറിനെ അറിയാവുള്ളൂ. അതിനിടയ്ക്ക് ആരെങ്കിലും കയറിയോ, കണ്ടക്ടർ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. കണ്ടക്ടറിനെ ഞാൻ വിളിച്ചപ്പോഴൊക്കെ കണ്ടക്ടർ ഒരു ഇതിൻ്റെ അനുഭാവി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല. കൂടെ നിൽക്കുന്നവനെ ചതിക്കുന്നെന്ന് പറഞ്ഞ ഒരു വാർത്തയിലേക്ക് കേൾക്കുന്നതായിട്ട് കണ്ടക്ടർ ഉറങ്ങുകയാണെന്ന് ഇത് നമ്മുടെ മേയറിൻ്റെ അടുത്ത്, ബഹുമാനപ്പെട്ട മേയറിൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് ഞാൻ പറയും. അതിങ്ങനെ എടുത്തെടുത്ത് പറയുന്ന കേട്ടു ഓരോ വാർത്തയിലും. ഓക്കെ, ഇപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് താങ്കൾ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നുള്ളതാണ് മേയറുടെ ആരോപണം. ആ ആരോപണം അവർ താങ്കളോട് ഫോണിൽ സംസാരിക്കും, അന്ന് രാത്രി തന്നെ പറയുന്നുണ്ട്. എന്നല്ല, താങ്കളോട് ആ സീനിൽ തന്നെ പറയുന്നുണ്ട് നീ എന്താണ് കാണിച്ചത് എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആരോപണത്തിൽ ഇപ്പോൾ താങ്കൾക്ക് താങ്കളുടെ നിരപരാധിത്വമാണ് തെളിയിക്കേണ്ടത്, അവർക്ക് അവരുടെ പോയിന്റും തെളിയിക്കാനുണ്ട്. ഈ കാര്യത്തിൽ താങ്കൾക്ക് അതിനുള്ള അവസരം നഷ്ടമാവുകയാണ് എന്ന് തോന്നുന്നുണ്ടോ ഈ ദൃശ്യങ്ങൾ പോയതോടെ?
അവസരം നഷ്ടമാവുകയാണ്. പിന്നെ ഈ ആരോപണം എന്ന് പറയുന്നത് ഈ ലൈംഗിക ചേഷ്ട കാണിക്കുന്ന വെച്ചാൽ ഒരു KSRTC ബസ് ഓടിക്കുന്ന ഒരാൾക്കും കാണിക്കാൻ പറ്റത്തില്ല. അതല്ലാതെ പൊതുവേ ഒരു ജോലിയില്ലാതെ ബസ്സിൻ്റെ അകത്ത് ചുമ്മാ ഇരിക്കുന്ന കണ്ടക്ടറിന് കാണിക്കാം, വേറെ ഒരു പാസഞ്ചറിന് കാണിക്കാം. അത് കാണിച്ചാലും ഒരു കാറുകാരൻ കാണാൻ ഒരു വഴിയില്ല. ബസ്സും ആണെങ്കിൽ ഓക്കെ, ഈ ബസ്സിലിരിക്കുന്ന ആൾ അപ്പുറത്തെ ബസ്സിലെ ആളെ കണ്ടു, ഓക്കെ. ഈ കാറ് ഇത്രയും താഴെ കിടക്കുന്ന കാറ് അല്ലെങ്കിൽ മാഡം നമ്മുടെ ബസ്സിൻ്റെ അകത്തുണ്ടാവണം. ഇതൊക്കെ വസ്തുതാ വിരുദ്ധവും പിന്നെ അവരെ ഈഗോ ക്ലാഷാണ് സംഭവം. മേയർ എന്നുള്ള പദവി ഞാൻ മേയർ എന്ന് പറഞ്ഞിട്ടും അവർ അതിനുള്ള അർഹിക്കുന്നില്ല. എന്തെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് അങ്ങനെ മോശമായിട്ടാണ് സംസാരിച്ചത്. എനിക്ക് ആദ്യം അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. ആദ്യം എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ ആര്യയാണെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ആര്യ, പിന്നെ പറയുന്ന ആര്യ മുഴുവൻ പേര് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പോഴും ചോദിക്കുന്നത് ഞാൻ പിന്നെയും ചോദിക്കുകയാണ് അതാരാണെന്ന് ചോദിച്ചു. അതാരാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് ഞാൻ മേയറാണ് എന്നിങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മിണ്ടാതിരുന്നിട്ട് മറ്റാൾ വന്നിട്ട് എൻ്റെ അച്ഛനെയൊക്കെ വിളിക്കുകയാണ്. ഹസ്ബൻഡ് ഇപ്പുറത്തെ ഡോറിൽ കൂടെ കയറി വന്നിട്ട് ഡിലീറ്റ് ചെയ്യടാ വീഡിയോ. ഒരു പയ്യൻ ബസ്സിൻ്റെ അകത്തുണ്ടായിരുന്നു, അവൻ്റെ ഇടയിൽ ഡിലീറ്റ് ചെയ്യാം. ഇവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ പയ്യനെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ ഇവർക്ക് എന്താ അധികാരമാണുള്ളത്? അല്ല, ഈ കാര്യത്തിൽ യദു, ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് താങ്കൾ ഒരു KSRTCയിലെ ഒരു താൽക്കാലിക ജീവനക്കാരൻ മാത്രമാണ്. അപ്പുറത്തുള്ളത് MLAയും മേയറുമാണ്. അവരാണ് താങ്കൾക്കെതിരെ പരാതി ഉന്നയിച്ചത്. ഞാൻ ആ പരാതിയുടെ ശരി തെറ്റുകളിലേക്ക് കടക്കുന്നില്ല. അവിടെ ഇപ്പോൾ താങ്കൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ മേയറെ വിളിച്ച ഒരു ഫോൺ കോൾ ഉണ്ട്. ആ ഫോൺ കോളിൽ അവരിങ്ങോട്ട് പറയുന്നത് മേയർ എന്നോ MLA എന്നോ എന്നുള്ള പരിഗണനയുടെ പ്രശ്നമല്ല, മറിച്ച് നമ്മളൊരു പൊതു വീതിയിൽ അല്ലെങ്കിൽ ഒരു റോഡിൽ അങ്ങനെയൊക്കെയുള്ള സമയത്ത് എങ്ങനെയാണ് പബ്ലിക് സർവൻസ് പെരുമാറേണ്ടത്? ഞാനും പബ്ലിക് സർവൻ്റാണ്, താങ്കളും പബ്ലിക് സർവൻ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം എന്ന് അവർ പറയുന്നു. താങ്കൾ സോറി പറയുന്നു. അപ്പോൾ ആ ഘട്ടത്തിലും അവർ ഈ ആംഗ്യം കാണിച്ചു എന്ന പ്രശ്നം പറയുന്നുണ്ട്. താങ്കൾ എനിക്ക് അങ്ങനെ അറിയില്ല എന്നും പറയുന്നു. ഇതിപ്പോൾ അങ്ങനെ ഈ മേയർ എന്ന പദവിയെ ഏതെങ്കിലും തരത്തിൽ പ്രയാസപ്പെടുത്തി അല്ലെങ്കിൽ മേയർ എന്ന പദവിയെ ബഹുമാനിക്കാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതാണ്, മേയർ എന്ന പദവിയെ ബഹുമാനിക്കാത്തതുകൊണ്ടല്ലേ ആംഗ്യം കാണിച്ചു എന്ന് പറയുന്നത് പിന്നീടെന്ന് വെച്ചാൽ ഈ വിഷയത്തിന് ശേഷം ഞാൻ ഫോൺ വിളിക്കുമ്പോഴാണ് മാഡം പിന്നെയും ആവർത്തിച്ച് ഞാൻ അത് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് ഫോണിൽ അങ്ങനെ ഹലോ കേൾക്കുന്നില്ല എന്ന് 2-3 പ്രാവശ്യം പറഞ്ഞിട്ട് അത് റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നെ കൊണ്ട് അത് പറയിപ്പിക്കാൻ ആംഗ്യം കാണിച്ചു എന്നുള്ള രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ട് പലതവണ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പോഴേ റെക്കോർഡ് ചെയ്യുകയാണ്. എനിക്ക് മനസ്സിലായി അവർ റെക്കോർഡ് ചെയ്യുകയാണ്, ഞാൻ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ച് റെക്കോർഡ് ചെയ്ത് ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറഞ്ഞതാണ് മാഡത്തിന് ഇഷ്ടപ്പെടാത്തത്. ഞാൻ തെറ്റ് ചെയ്തു മാഡം സോറി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മാഡത്തിന് വിഷയമില്ലായിരുന്നു. ഈ സംഭവത്തിന് ശേഷം ഇപ്പോൾ പോലീസുകാർ പറഞ്ഞിട്ടാണ് താങ്കൾ വിളിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്ത് ഇതിൽ എന്തെങ്കിലും പ്രത്യേക നിലയ്ക്ക് പെരുമാറണമെന്നോ പറയണമെന്നോ അങ്ങനെ ഏതെങ്കിലും സമ്മർദ്ദം താങ്കൾക്കുണ്ടായിരുന്നോ? ഞാൻ അങ്ങനെ പറയണമെന്നോ എനിക്ക് അങ്ങനെ ഒരു വിചാരവും ഇല്ലായിരുന്നു. ഇത്രയും ബസ്സിൽ ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും ആൾ കുറഞ്ഞ്. കേശവദാസപുരം വരെ നല്ല ആളുണ്ടായിരുന്നു, പെണ്ണുങ്ങളെ മാന്യമായിട്ട് ഇറക്കി വിടുകയും ചെയ്തു. ഫ്രണ്ടിൽ ഇരുന്ന പെണ്ണുങ്ങളൊക്കെ മാന്യമായിട്ട് ബസ് സ്റ്റോപ്പിൽ കറക്റ്റ് വെട്ടമുള്ള സ്ഥലത്ത് നിർത്തി ആളെ ഇറക്കിയിട്ടാണ് വണ്ടി ഓടിച്ചു പോകുന്നത്. താങ്കൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ പുലർച്ചെ 2:30 ഡ്യൂട്ടിക്ക് കയറിയതാണ്. വീട്ടില് കുട്ടിയുണ്ട്, 8 വയസ്സുള്ള കുട്ടിയുണ്ട്, എനിക്ക് വീട്ടിലെത്തണം എന്നുള്ള തോന്നലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെപ്രാളപ്പെട്ട് ഓടിച്ചത് എന്ന് താങ്കൾ അതിനിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഈ മേയർ പറയുന്നത് 3 വണ്ടിയെങ്കിലും താങ്കളുടെ ബസ് ഇടിക്കാൻ പോയി എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടായെങ്കിൽ മാഡത്തിന് നിഷ്പ്രയാസം അത് തെളിയിക്കുകയായിരുന്നല്ലോ. ഓരോ CCTV ക്യാമറയും ഓരോടത്തുണ്ട്, AI ക്യാമറകൾ ഇഷ്ടം പോലെ ഉണ്ട്. എന്നെക്കാട്ടിയും കൂടുതലും മാഡത്തിന് തെളിയിക്കാൻ ഇഷ്ടംപോലെ ഉണ്ടാവും. അതിനിടയ്ക്ക് എൻ്റെ പഴയ ഒരു കേസിൻ്റെ കാര്യം കുത്തിപ്പൊക്കി അത് ഉള്ളതാണ്, അങ്ങനെ ഒരു സംഭവമുണ്ട്, ഇവന് നേരത്തെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് തിരക്കി പോണ സമയം കൊണ്ട് ഞാൻ റാഷായിട്ട് ഓടിച്ചു പോയതും ഞാൻ ഇങ്ങനെ ഓടിച്ച് കാറിനെ ഇടിക്കാൻ പോയതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരം. മാഡത്തിൻ്റെ കാറും കൂടെ എങ്ങനെ വന്നെന്നുള്ള കാണാം. ഓക്കെ. അല്ല, മുൻപ് റാഷ് ഡ്രൈവിംഗ് സംബന്ധിച്ച് എന്തെങ്കിലും പരാതിയോ കേസോ താങ്കൾക്കെതിരെ ഉണ്ടായിരുന്നോ? റാഷ് ഡ്രൈവിംഗ് എന്ന് വെച്ചാൽ പ്രൈവറ്റ് ബസ് ഓടിക്കൊണ്ടിരുന്ന സമയത്ത് റാഷ് ഡ്രൈവിംഗ് അല്ല, ഫ്രണ്ടിൽ ഒരു KSRTC പോസ്റ്റ് ഓഫീസ്, തമ്പാനൂർ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ ഫ്രണ്ടിൽ ഒരു KSRTC പോയി ബ്രേക്ക് ചവിട്ടിയിട്ട് KSRTC കിട്ടാതെ ഒരു കാറിൽ പോയി മുട്ടി. അതിൻ്റെ ബാക്കിൽ ഞാനും പോയി മുട്ടി. അതിപ്പോൾ പോയി ഞാൻ പോയി KSRTC ബസ്സിൻ്റെ ബാക്കിൽ ഇടിച്ച് അതിൻ്റെ പവർ കൊണ്ട് ആ KSRTC കാറിൽ പോയി ഇടിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്.
അതാ അവർ ഓരോന്നും പറയും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും, അതല്ലാതെ അവരെ ഭാഗത്ത് ഞാൻ തെറ്റില്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ട് പല രീതിയിലും അവർ പറയും. അതിലൊന്നും എനിക്ക് വിഷയമില്ല. പക്ഷേ സത്യം ഒന്നേ ഉള്ളൂ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സത്യം ഒന്നേ ഉള്ളൂ, അത് തെളിയും. അല്ല, ഇതിലിപ്പോ താങ്കളുടെ ഭാഗത്തുള്ള സത്യം എങ്ങനെ പുറത്തു വരുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഒരു 14-15 പാസഞ്ചേഴ്സ് എന്തായാലും ആ സമയത്ത് ബസ്സിലുണ്ട്. എല്ലാവരും റിസർവ് ചെയ്ത് കയറിയിട്ടുള്ള ബസ്സാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫോൺ നമ്പർ എല്ലാം KSRTCയുടെ പക്കലുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അരമണിക്കൂർ കൊണ്ട് പോലീസിൽ സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഈ 15 പാസഞ്ചേഴ്സിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയോ അല്ലാതെയോ മൊഴിയെടുക്കാം. അപ്പോൾ അങ്ങനെ മൊഴിയെടുക്കുമ്പോൾ താങ്കളുടെ നിരപരാധിത്വം ബോധ്യമാവും എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അതിൽ 15 പാസഞ്ചർ ഉണ്ടെങ്കിൽ 5 പാസഞ്ചറിനെങ്കിലും ഇവരെ പാർട്ടിയിലുള്ള ആൾക്കാർ കാണും, അല്ലെങ്കിൽ ഇവരെ വിശ്വസിക്കുന്ന ആൾക്കാർ കാണും. അപ്പോൾ 5 പേര് മാറ്റി പറഞ്ഞാലും ബാക്കി 10 പേരുണ്ടല്ലോ. സത്യം പറയാനോ 10 പേര് കാണൂല. അതിൽ ഒരാൾ മതി. 10-ൽ ഒരാൾ സത്യം പറഞ്ഞാൽ മതിയല്ലോ, അതെൻ്റെ വിജയമാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾക്ക് അവിടെ താങ്കൾക്ക് വേണ്ടി ഇന്ന് യൂണിയന്റെ പ്രതിപക്ഷ യൂണിയന്റെ പ്രതിഷേധവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ CCTV ദൃശ്യം ഏതെങ്കിലും തരത്തിൽ ഇനി തിരിച്ചു കിട്ടുക അല്ലെങ്കിൽ അത് പരിശോധിക്കാനുള്ള സാധ്യത ഇത് താങ്കളോട് ആരെങ്കിലും പറഞ്ഞോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? ഇപ്പോൾ പറയുന്ന CCTV ദൃശ്യമായാലും മറ്റേ മെമ്മറി കാർഡായാലും ഞാൻ കൊണ്ടുപോയെന്നാണ് പറയുന്നത്. ഞാൻ അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്നാണ് മാഡത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്. ഞാൻ കൊണ്ടുപോയെന്ന്. എനിക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല, കിട്ടിയാലേ എനിക്ക് ഉപയോഗമുള്ളൂ. ഞാൻ കൊണ്ടുപോയിട്ട് എനിക്കൊരു ഉപയോഗവും ഇല്ല. അത് കിട്ടിക്കഴിഞ്ഞെങ്കിൽ എനിക്കൊരു ഉപയോഗം. പോലീസ് വന്നല്ലേ ഇറങ്ങിയത്? പോലീസ് വന്നപ്പോഴല്ലേ? അതുവരെ അവിടെ ഉണ്ടായിരുന്നല്ലോ, സച്ചിൻ ദേവും അവരെല്ലാവരും ഉണ്ടായിരുന്നു. തിരിച്ചു വന്ന് ബാഗ് എടുക്കുമ്പോഴും പോലീസുകാർ എൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്നു, അവർ കണ്ടുകൊണ്ടിരിക്കുക തന്നെ. അതിനുശേഷം ഞാൻ ബസ്സിൽ കയറുന്നുമില്ല. ഒരു ബസ്സിൽ ആ ബസ് പിന്നെ സർവീസിന് ഞാൻ പോയിട്ട് പോലുമില്ല. KSRTC ബസ് പിന്നെ ഓടിക്കാൻ പോയിട്ട് പോലുമില്ല. അല്ല, അപ്പോൾ എന്തായാലും താങ്കൾ ആ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് എടുക്കാനുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ അവിടെയുള്ള ഒരു സമയം സാഹചര്യം വെച്ചിട്ട് എന്തായാലും നമുക്ക് ഇല്ല, അതില്ല എന്ന് തന്നെ പറയാം. ശ്രീ ഷിജു ഖാൻ, ഇപ്പോൾ ഈ ബസ് ഡ്രൈവർ അദ്ദേഹത്തിന്റെ പക്ഷം പറയുന്നു, നമ്മൾ മേയറുടെ പക്ഷം നേരത്തെ കേട്ടു. സച്ചിൻ ദേവിനെ നേരത്തെ ഇവിടെ ഒന്ന് വിളിച്ച് ചോദിച്ചിരുന്നു, താങ്കൾ കൂടി ഉൾപ്പെട്ട ഒരു കാര്യമാണല്ലോ, അതിലെന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചിരുന്നു. അദ്ദേഹം ഫോണിൽ പറഞ്ഞതല്ലാതെ ടെലിവിഷനിൽ വന്ന് പറയാൻ തയ്യാറാവാത്തതുകൊണ്ടാണ് അദ്ദേഹത്തെ കേൾപ്പിക്കാത്തത്, അദ്ദേഹത്തെ അല്ലെങ്കിൽ ആര്യയെ കേൾപ്പിക്കാത്തത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഒന്നും പറയണ്ട, പക്ഷേ എല്ലാവർക്കും തുല്യമായ നീതി ഉറപ്പാക്കുക എന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഈ ചെറുപ്പക്കാരൻ പറയുന്നു എൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന്. അയാൾ നിരപരാധിയാണെങ്കിൽ ആ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാനുള്ള ബാധ്യത നമ്മുടെ ഭരണകൂടത്തിനില്ലേ, പോലീസിനില്ലേ? അപ്പോൾ CCTV കളഞ്ഞുപോയി, മറ്റത് കാണുന്നില്ല, മറിച്ചതില്ല എന്നുള്ള ഉത്തരം അവിടെ പറ്റില്ലല്ലോ. അഭിലാഷേ, സത്യത്തിൽ ഇത് കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് എനിക്ക് തന്നെ ഒരു സംശയമുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ഈ ലൈംഗിക ചേഷ്ട എന്നും അതോടൊപ്പം അശ്ലീല ആംഗ്യം എന്നുമൊക്കെ പറയുന്ന കാര്യങ്ങൾ അഭിലാഷ് ഈ ടെലിവിഷൻ ചർച്ചയിൽ ചില വാക്കുകളായി ഉന്നയിക്കുന്നത് പോലെ അത്ര നിസ്സാരമല്ല. അതൊരു ലൈംഗിക അതിക്രമമാണ്. അതിനെ സംബന്ധിച്ച് നിങ്ങൾ കുറെ കൂടി ഗൗരവത്തിൽ കാര്യങ്ങളെ കാണണം. 2, അത്തരത്തിൽ ഒരു ലൈംഗിക അതിക്രമവും ലൈംഗിക അധിക്ഷേപവും നടത്തി എന്ന് പരാതിക്കാരി ഉന്നയിക്കുന്ന ഒരാളെ ടെലിവിഷൻ ചർച്ചകളിൽ എല്ലാ ദിവസവും നമ്മൾ അവസരം കൊടുക്കുകയും ഇത്തരം ലൈംഗിക അതിക്രമ കേസുകളിലെ പ്രതികൾക്ക് എല്ലാ ദിവസവും ഇങ്ങനെ സമാനമായ മാനസികമോ ശാരീരികമോ ആയി സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ആളുകൾക്കെല്ലാം ഇത്തരത്തിലുള്ള സുവർണ അവസരങ്ങൾ ടെലിവിഷനിൽ കൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ മെസ്സേജ് എന്താണ് എന്നുള്ളതും കേരളീയ സമൂഹം ചിന്തിക്കണം. മാത്രമല്ല, എന്നോട് ചോദിച്ചതുപോലെയല്ല, എത്ര വിനയത്തോടെയും എത്ര സഹിഷ്ണുതയോടെയും എത്ര സ്നേഹത്തോടു കൂടിയുമാണ് ലൈംഗികാധിക്ഷേപ കേസിലെ പ്രതിയോട് അഭിലാഷിന്റെ ചോദ്യങ്ങൾ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ചർച്ച കാണുന്ന അങ്ങ് പറഞ്ഞ താങ്കൾ ഒരു പൊളിറ്റീഷ്യനാണ്, അവർ സ്വീകരിക്കുക. ലൈംഗിക അതിക്രമ കേസിൽ ഒരാളെ വ്യാജമായി പെടുത്തലും ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ്. അയാള് കുറ്റവാളിയാണോ അല്ലയോ എന്ന് എനിക്ക് അറിയില്ല. അയാളിൽ നിന്ന് അറിയേണ്ടത് അയാൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കാര്യത്തിൽ അയാളെ ക്രോസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് പറ്റില്ലല്ലോ. ചെയ്യണം അഭിലാഷ്. ഞാനത് പറഞ്ഞോട്ടെ. അല്ലല്ല, അതെ, അഭിലാഷ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു പ്രതിയെ ഈ ഡ്രൈവറെ കുടുക്കാനുള്ള ശ്രമം എന്ന് അഭിലാഷ് സ്ഥാപിച്ചല്ലോ. എവിടെയാണെന്ന് മാലോകർക്ക് അറിയാം. 2, അല്ലല്ല, ദേവി കേൾക്കൂ, CCTV-യിലേക്ക് വരാം. ഞാൻ കേൾക്കൂ, ഞാൻ പറഞ്ഞത് ആ സംഭവം അല്ല, ദേവി കേൾക്കൂ.
കേൾക്കൂ ഞാൻ അതിലേക്ക് വരികയാണ്. അതായത് അഭിലാഷ് ഇങ്ങനെ എടുത്ത് ചാടുന്നത് കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാകാത്തതാണ്. ഞാൻ പറഞ്ഞത് CCTV, ഇതിനെ സ്വാഭാവികമായി ഓടുന്ന വാഹനം, ആ ബസ്സിൻ്റെ പിന്നെ കസ്റ്റോഡിയൻ എന്ന നിലയിൽ ഈ CCTV അടക്കമുള്ള സംവിധാനങ്ങളുടെയൊക്കെ കസ്റ്റോഡിയൻ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡ്രൈവർ സീറ്റിനോട് ചേർന്നാണ്, ആ ഡ്രൈവർ സീറ്റിൻ്റെ സൈഡിലാണ് ഇത്തരം സംവിധാനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അഭിലാഷിനെ പോലെ ഈ രാത്രിയിൽ ആധികാരികമായി സമർത്ഥിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം എനിക്ക് പോലീസ് അന്വേഷണത്തെയും KSRTCയുടെ അന്വേഷണത്തെയും ഒക്കെ വിശ്വസിച്ചുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ എൻക്വയറി വന്നതിന് ശേഷം മാത്രമേ അതിനെ സംബന്ധിച്ച് ആധികാരികമായി എനിക്ക് പ്രതികരിക്കാൻ കഴിയൂ. ഇനി മൂന്നാമത്തെ കാര്യം, ഈ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസിൻ്റെ നേതാവ് ചില വാക്കുകൾ ഉപയോഗിച്ചു. തീർച്ചയായിട്ടും ശ്രീ ചാമക്കാല ജ്യോതികുമാർ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. വിളഞ്ഞു പഴുക്കുക, ഇത്തരം വാക്കുകൾ ഈ ഒരു പൊതു ചർച്ചയിൽ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. രണ്ട്, എന്തോ വലിയ കള്ളം ചെയ്യുന്ന ആളാണ് മേയർ എന്ന നിലയിലുള്ള ചില പ്രയോഗങ്ങൾ നടത്തി. ഇത് രണ്ടും പിൻവലിക്കണം. മൂന്നാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞ ചില വിഷയങ്ങളെ സംബന്ധിച്ചാണ്. ഞാൻ ചാമക്കാല ജ്യോതികുമാറിനോട്, അദ്ദേഹം വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. ഞാൻ പറയുന്നത് ഈ പരാതി എന്തൊക്കെയാണ് ശ്രീ ചാമക്കാല? അങ്ങ് പറയുന്നു വാഹനം തടഞ്ഞു നിർത്തിയത് ശരിയാണോ? അത്തരം കാര്യങ്ങൾ അങ്ങ് ചോദിച്ചല്ലോ. ഈ പരാതിയിൽ എന്താണ് കൃത്യമായി ഉന്നയിക്കുന്നത്? അതായത് KL 15A763 KSRTC ബസ് തൻ്റെ വാഹനത്തിൽ ഇടിക്കാൻ വരികയും ട്രാഫിക് റൂൾ തെറ്റിച്ച് റോങ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്യുകയും ചെയ്തു. അശ്രദ്ധമായി അപകടമുണ്ടാക്കുന്ന വിധത്തിൽ വാഹനമോടിച്ചു എന്നുള്ളത് ഈ പരാതിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ലൈംഗിക അധിക്ഷേപം നടത്തി എന്നതുപോലെ തന്നെ ആളുകൾക്ക്, വാഹനങ്ങൾക്ക് അപായവും അപകടവും ഉണ്ടാക്കുന്ന വിധത്തിൽ ഒരാൾ വാഹനമോടിച്ചു പോകുന്നു. അപ്പോൾ നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ മൊത്തം വാക്കുകൾ കടമെടുത്താൽ ഇതെല്ലാം കണ്ട് സഹിച്ച് തൻ്റെ മേൽ നടത്തുന്ന ഒരു ലൈംഗിക അധിക്ഷേപത്തെയും ചേഷ്ടയെയും സഹനപൂർവ്വം ക്ഷമിച്ച് ഇതെല്ലാം കടിച്ചു പിടിച്ച് വീട്ടിൽ കിടന്നുറങ്ങി പിറ്റേ ദിവസം ആര്യ ജോലിക്ക് പോകണം, പ്രതികരിക്കാൻ പാടില്ല. ശ്രീ ചാമക്കാല ജ്യോതികുമാർ അങ്ങൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണ്, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണ്. നമ്മുടെയൊക്കെ പാർട്ടിയിൽ സ്ത്രീകളുണ്ട്. ഇവിടെ യുവരാജിന്റെ പാർട്ടിയിലും സ്ത്രീകളുണ്ട്. യുവരാജ് പറഞ്ഞല്ലോ ഏത് പാർട്ടിയിൽപ്പെട്ടവരെ സ്ത്രീകളുണ്ട്. ഇതിലൊന്നുമില്ലാത്ത, ഒരു രാഷ്ട്രീയ പിന്തുണയും ഇല്ലാത്ത സ്ത്രീകളുണ്ട്. ഇതെല്ലാം അവർ കാണുകയല്ലേ. അവരുടെ മുഖത്ത് നോക്കി ഇത്തരം അന്തസ്സില്ലാത്ത, ഇത്തരം അപമാനകരമായ ആക്ഷേപങ്ങൾ നടത്തിയിട്ട് ഇവരൊക്കെ അങ്ങ് വണ്ടി വിട്ട് പോകുന്നു. ഇതൊക്കെ കണ്ട് സഹിക്കണം. അഭിലാഷിന്റെ പറച്ചിൽ കേട്ടാൽ മേയർക്ക് അല്ലെങ്കിൽ MLAക്ക് ഫോൺ ബസ്സിന്റെ നമ്പർ നോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ, മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്താൽ പോരെ. എന്നിട്ട് പരാതി കൊടുക്കണമെന്നേ. ഈ ബസ് ഡിപ്പോയിലെത്തി ഡ്രൈവർ വീട്ടിൽ പോകുന്നതിന് മുമ്പ് ആ ഡ്രൈവറെ പോലീസിന് കസ്റ്റഡിയിലെടുക്കാം. ആ ബസ്സിൽ നിന്ന് അതിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് എടുക്കാം. ദൃശ്യങ്ങൾ സഹിതം ഈ യദു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ലൈംഗിക കുറ്റവാളിയെ ശിക്ഷിക്കാം. അതല്ലല്ലോ ചെയ്തത്. സിനിമ സ്റ്റൈലില് ചേസ് ചെയ്യുന്നു, സീബാ ക്രോസിംഗിൽ കൊണ്ടുപോയിട്ട് വണ്ടി ഇങ്ങനെ കുറുകെ ഇടുന്നു, അതിനുശേഷമുള്ള ഷോ. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഒന്നുമില്ല, CCTV കാണുന്നില്ല, ദൃശ്യങ്ങൾ മാഞ്ഞുപോയി. ഇതല്ലല്ലോ ചെയ്യേണ്ടത്. നിയമവാഴ്ചയുള്ള സംസ്ഥാനമല്ലേ, പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സംസ്ഥാനമല്ലേ കേരളം. ഇതുപോലത്തെ ഒരു ലൈംഗിക അതിക്രമം ഉണ്ടായാൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? നാളെ മുതൽ ലൈംഗിക അതിക്രമം ഉണ്ടായി കഴിഞ്ഞാലൊക്കെ ആളുകളെ റോഡിൽ ചേസ് ചെയ്യാണോ വേണ്ടത്? അഭിലാഷ്, സത്യത്തിൽ അഭിലാഷ് പറഞ്ഞ് എവിടെ എത്തുന്നു എന്നുള്ളതാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. അതായത് ഒരു ലൈംഗിക അതിക്രമം ഉണ്ടായാൽ എന്ത് ചെയ്യണം? അഭിലാഷ് ഒരു ക്ലാസ് എടുക്കുകയാണ്. ലൈംഗിക അതിക്രമം ഉണ്ടായാൽ എന്ത് ചെയ്യണം? അഭിലാഷേ, ഇത് എന്ത് നിയമവാഴ്ച എവിടെയാണ് തകർന്നത്? എങ്ങനെയാണ് നിയമവാഴ്ച തകർന്നത്? എന്താണ് ചെയ്യേണ്ടത്? ഈ ഡ്രൈവർ വീട്ടിൽ പോകുന്നതിന് മുൻപ് പോലീസിന് പിടിക്കാലോ. അഭിലാഷിന്റെ ഷോ മാത്രം തിരുവനന്തപുരം നഗരമല്ലേ, തിരുവനന്തപുരം നഗരഹൃദയമല്ലേ? അല്ല, ഞാൻ ചോദിച്ചത് ഉത്തരം പറ. ഇപ്രകാരം പ്രകടിപ്പിക്കാമോ? എന്റെ മറുപടി കേൾക്കൂ, മറുപടി കേൾക്കൂ. രാജേന്ദ്രനെ ഷോ കാണിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഷോ കാണിക്കുകയല്ലേ? നിങ്ങളെ ഈ പ്രതിക്ക് വേണ്ടി ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അല്ല, അത് താങ്കളുടെ ആരോപണം. ഇങ്ങനെയുള്ള വിദണ്ഡവാദങ്ങൾ ഉന്നയിച്ചാൽ രാജേന്ദ്രനെതിരായത് നിങ്ങളുടെ ആരോപണം, ആര്യ രാജേന്ദ്രനെതിരായത് നിങ്ങളുടെ ആരോപണം. അല്ല, ആര്യ രാജേന്ദ്രനല്ല, ഒരു നിയമവാഴ്ചയും ഏത് ജനപ്രതിനിധി ചെയ്യേണ്ടത് നിയമവാഴ്ചയിൽ നിയമപരമായ നടപടി സ്വീകരിക്കുകയാണെന്ന്. അല്ല, നിങ്ങൾ ഒരു കാലതാമസവുമില്ലാതെ ഈ പ്രതിയെ ഇതേ കേസിലെ പ്രതിക്ക് മുന്നിൽ വിനീത വിധേയനായി ഒരു പൂച്ചക്കുട്ടിയെ പോലെ ഇരുന്നിട്ട് എന്റെ അഭിപ്രായം വരുമ്പോ മാത്രം ഇങ്ങനെ തടയുന്നത് എന്തിനാ? ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ലൈംഗിക അതിക്രമ കേസിലെ പ്രതിക്ക് മുന്നിൽ ഒരു പൂച്ചക്കുട്ടിയുടെ നിഷ്കളങ്കത കാണിച്ചല്ലോ. ഒരാളെ വ്യാജമായ ലൈംഗിക അതിക്രമത്തിൽ പേരിൽ ഒരാളെ വ്യാജ ലൈംഗിക അതിക്രമ കേസിൽ അത് അങ്ങേയറ്റം മോശമായ കാര്യമാണ്. അദ്ദേഹം ചോദ്യം ചെയ്തു.
ഒരു 25 വർഷം മുമ്പുള്ള സ്ത്രീ ഇത് ചെയ്യില്ല. ഒരു 30 വർഷം മുമ്പുള്ള ഒരു സ്ത്രീ ഇതൊക്കെ കേട്ട് വീട്ടിൽ പോയിരിക്കും. ഇന്നത്തെ സ്ത്രീ അതല്ല അഭിലാഷ്. നിങ്ങൾ പുതിയ സ്ത്രീകളുടെ പരിണാമത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ല. നിങ്ങളുടെ ഓഫീസിൽ തന്നെയുള്ള ജേർണലിസ്റ്റുകളോട് ചോദിക്കണം. റോഡിൽ വെച്ച് ഇതുപോലുള്ള അന്തസ്സില്ലാത്ത പ്രവൃത്തി ചെയ്യുന്നവരോട് എന്ത് പ്രതികരണം നടത്തും? അഭിലാഷ് പറയുന്നത് ഇതെല്ലാം കേൾക്കണം, സാഷ്ടാംഗം വണങ്ങണം, പറ്റുമെങ്കിൽ രാത്രി 7:30 യദുവിനെ പോലുള്ള ആളുമായിട്ടൊരു ഇന്റർവ്യൂ നടത്തണം. അത് പറ്റില്ല അഭിലാഷേ. ഇരകളായ ആളുകൾക്ക് ഇവിടുത്തെ നിയമവാഴ്ചയെ വിശ്വസിക്കാമെന്നൊക്കെയായിരുന്നു ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ അങ്ങനെയല്ലേ വേണ്ട. മനുഷ്യർക്ക് ആത്മാഭിമാനം ഉണ്ട് അഭിലാഷേ. അല്ല, അതിപ്പോ ഈ യദു എന്ന് പറയുന്ന ആൾക്കുണ്ടാവില്ലേ ആത്മാഭിമാനം? ഇല്ലാത്ത കാര്യത്തിലാണ് അയാളെ പിടിച്ചില്ലല്ലോ. ആത്മാഭിമാനം എന്ന് പറയുന്നത് ഒരു കൂട്ടരുടെ മാത്രം കാര്യമല്ലല്ലോ. ആത്മാഭിമാനം ഏത് മനുഷ്യനില്ലേ? ഏത് മനുഷ്യനുണ്ടാവില്ലേ ആത്മാഭിമാനം? നിയമവാഴ്ച തകർന്നു. നിങ്ങൾ കള്ളമല്ലേ പറയുന്നത്? നിയമവാഴ്ചയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മേയറും MLA ഒക്കെ പോലീസിന് പരാതി കൊടുക്കട്ടെ, ആ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് വിചാരിക്കട്ടെ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇപ്പോ മേയർക്കും MLA-ക്ക് പോലും നിയമവാഴ്ചയിൽ വിശ്വാസമില്ല, ഞങ്ങൾ നേരിട്ട് ചോദിക്കണമെന്നാണ്. അങ്ങനെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇതാണ് കേരളം എന്നങ്ങ് വിചാരിച്ചോളാം. ഓടിക്കൂടാൻ കഴിയുന്ന നിരവധി ആളുകളുണ്ടല്ലോ. അവരെ എല്ലാം വിളിച്ചുകൂട്ടി ഈ ഡ്രൈവറെ പിടിച്ചിറക്കി 2 അടി കൊടുത്തോ മേയർ? ഒന്നും ചെയ്തില്ല. ഒരു നിയമം തന്നെ ആക്ഷേപിച്ച, തന്റെ വാഹനത്തെ ഇടിച്ചിടാൻ ശ്രമിച്ച, അത് തൂക്കിക്കൊല്ലാൻ കഴിയുന്ന കുറ്റകൃത്യമാണോ? അത് വധശിക്ഷ കൊടുക്കാൻ കഴിയുന്ന കുറ്റകൃത്യമാണോ? ദയവ് കേൾക്കൂ. മറ്റൊരു ചാനലിലേക്ക് പോകാനുണ്ട്. അതുകൊണ്ട് ഇപ്പൊ താങ്കൾ ഉന്നയിച്ച ആരോപണത്തിന് മറുപടി പറയാൻ ഒരു അവസരം കൊടുക്കുക എന്നുള്ളതല്ലേ സാമാന്യമായ ഒരു നീതി. യദു, താങ്കൾ ലൈംഗിക അതിക്രമിയാണ്, പുറകെ വന്നത് പുതിയ സ്ത്രീത്വം എങ്ങനെയാണ് ചെയ്യുക? പുറകെ ഇപ്പോ തോന്നിയാസം കാണിച്ചാൽ ആരും പുറകെ വരും, അടിക്കും. അത് സാമാന്യമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഉണ്ടായതെന്ന് CPM ഉറപ്പിച്ച് പറയുന്നു. ഞാൻ അക്കാര്യത്തിൽ കക്ഷിയൊന്നും ചേരുന്നില്ല. താങ്കൾ അടിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല. തന്റെ നേർക്ക് പറയൂ യദു, പറയൂ. ലൈംഗികാതിക്രമവും ചൊരിഞ്ഞ ഒരു പ്രതിയെ അദ്ദേഹത്തിന്റെ പക്ഷം പറഞ്ഞിട്ടൊന്ന് പൊക്കോട്ടെ. ശരി, ഒന്ന് ഷിജു ഖാന്റെ ഓഡിയോ ഡൗൺ ചെയ്യും. യദു, പറയൂ. ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന കേസുണ്ട്, ക്രൈമുണ്ട് എന്നൊക്കെ പറഞ്ഞ്. ആദ്യം ഒരു ക്രൈം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒരു ക്രൈം ഉണ്ടായിരുന്നു, അത് പാർട്ടി ബേസിലുണ്ടായിരുന്നു. ഇവരെ പാർട്ടി തന്നെയാണ് DIFI. അവിടെ നേമം മണ്ഡലത്തിലെ ഒരു പയ്യനുമായിട്ട് അടിയായി, അങ്ങനെ ബഹളമായപ്പോൾ അവൻ്റെ സഹോദരിയാണ് അവരെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞു, അവരെന്തോ കാണിച്ചു എന്നും പറഞ്ഞു. ഇതേ സെയിം കഥ തന്നെയാണ് ഇവരവിടെയും പറഞ്ഞത്. അതുകൊണ്ട് പൊതുവായിട്ട് ഇവരെ പാർട്ടി മൊത്തം ലൈംഗിക അതിക്രമത്തിൻ്റെ ആൾക്കാരാണെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നുള്ളത് കോടതി വരെ തെളിയിച്ചാണ്. പിന്നെ ഇദ്ദേഹം പറയും പോലെ എനിക്ക് ഇദ്ദേഹത്തിന് തെളിയിക്കേണ്ട കാര്യമില്ല, ഒന്നാമത്തെ കേസ്. പിന്നെ എന്നെ ഈ നാണം കെടുത്തി എല്ലാ ചാനലിലും ഇദ്ദേഹം തന്നെയാണ്, ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തു ഇദ്ദേഹത്തിനെ. ഇദ്ദേഹം ഇങ്ങനെ ലൈംഗിക അതിക്രമം, ക്രിമിനലാണ്, ഇവരെ പാർട്ടിയിൽ ആരും ഇല്ല, പീഡിപ്പിക്കാത്ത ആളുകളും ഇല്ല, എല്ലാം നല്ല ആൾക്കാരാണ്, നല്ല സത്യസന്ധന്മാരായിട്ടുള്ള പാർട്ടിക്കാരാണ്, നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്, എല്ലാം നല്ല ആൾക്കാരാണ്, പീഡന വീരന്മാരേ ഇല്ല. ഈ മാഡത്തിൻ്റെ പേരിലും ഈ സാറിൻ്റെ പേരിൽ MLA സാറിൻ്റെ പേരിൽ എത്രമാത്രം കേസുണ്ട്. എന്നെക്കാട്ടി എനിക്ക് 1, 2, 3 കേസുണ്ടെന്ന് പറയുന്നു. ഇവർക്ക് 500, 400, 200 കേസ്. ആ സെക്രട്ടേറിയറ്റിൽ ചാടി നടന്ന കേസ്, പിന്നെ വേ കൂടെ മാഡം ആസിഫ് അലിയെ കാണാൻ ഓടിയത്, അതൊന്നും കേസേ അല്ല. ഇവർ സിഗ്നൽ തെറ്റിക്കുന്നതും നിയമം തെറ്റിക്കുന്നതൊക്കെ ഇവരെ ഹോബിയാണ്. അപ്പോൾ നമുക്ക് സാധാരണക്കാരായിട്ടുള്ളവർക്ക് പ്രതികരിക്കാൻ നിവർത്തിയില്ല. ഞാനിത് പറയൂലായിരുന്നു. 2 ദിവസമായിട്ട് ഇദ്ദേഹം ഈ ചാനലിൽ ലൈംഗിക അതിക്രമം കാണിക്കുന്നവൻ, മുണ്ടുപൊക്കി കാണിക്കുന്നത്. ഞാൻ മുണ്ടല്ല എടുത്തിരുന്നത്, പാൻ്റാണ് ഇട്ടിരുന്നത്, ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ഞാനൊന്നും പറയുന്നില്ല സാറേ. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇതേപോലെ താഴ്ന്നു പോകും. ശരി, ഓക്കെ, അതാണ് മറുപടി. ഇനിയിപ്പോൾ അതിൽ തർക്കമില്ല, പറഞ്ഞോളൂ. ജ്യോതികുമാർ പറഞ്ഞു. അഭിലാഷേ, ഇവിടെ ഞാൻ വിളഞ്ഞു പഴുക്കണം എന്ന് പറഞ്ഞത് അൺപാർലമെൻ്ററിയാണ്, ഞാൻ പിൻവലിക്കണം എന്നാണ് ഷിജു ഖാൻ്റെ ഒരാവശ്യം. രണ്ടാമത്തേത്, ഞാൻ പച്ചക്കള്ളി എന്ന് പറഞ്ഞത്, പെരുങ്കള്ളി എന്ന് പറഞ്ഞത് പിൻവലിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ആവശ്യം. അസാധ്യമാണ്, ഒരിക്കലും നടക്കില്ല, ജീവനുണ്ടെങ്കിൽ നടക്കില്ല. ഞാൻ AKG സെൻട്രലിൽ നിന്ന് നിർദ്ദേശിച്ചനുസരിച്ചല്ല ചർച്ചയിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടാണ് വന്നിട്ടുള്ളത്. പെരുങ്കള്ളി എന്ന് നിങ്ങൾ മുദ്ര കുത്തുന്നു എന്ന് ഷിജു ഖാൻ തന്നെ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് മുദ്ര കുത്തുന്നു എന്ന് ഞാൻ തെളിവുകളുടെ പിൻബലത്തോടു കൂടിയാണ് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് അവിടെ നിലനിൽക്കും, അവിടെ നിലനിൽക്കേണ്ടതുണ്ട്. ഇനി താങ്കൾ പറഞ്ഞൊരു വാചകം ഞാൻ ആവർത്തിക്കുന്നു, മനുഷ്യർക്ക് ആത്മാഭിമാനമുണ്ട്. ഷിജു ഖാൻ 100% ശരിയാണ്, മനുഷ്യർക്ക് ആത്മാഭിമാനമുണ്ട്. കോഴിക്കോട് ICUവിൽ പീഡിപ്പിക്കപ്പെട്ട ആ രോഗിയുണ്ടല്ലോ, ആ രോഗിക്കും ആത്മാഭിമാനമുണ്ട്. ആ രോഗിക്ക് വേണ്ടി മൊഴി പറഞ്ഞ സ്ത്രീക്കും ആത്മാഭിമാനമുണ്ട്.
അനുപമ എന്ന ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ, ഒരു അമ്മ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയിരുന്നു. എന്തിനാണെന്ന് താങ്കൾക്ക് അറിയാമോ? തൻ്റെ സ്വന്തം കുഞ്ഞിനെ തൻ്റെ അനുവാദമില്ലാതെ അന്യസംസ്ഥാനത്തുള്ള ദമ്പതികൾക്ക് മറിച്ചു കൊടുത്തതുമായി ബന്ധപ്പെട്ട് ശിക്ഷാ സമിതിക്കെതിരായി ഒരു സമരം നടത്തിയിരുന്നു. അതിനകത്ത് ഷിജു ഖാൻ്റെ സ്റ്റാൻഡ് എന്തായിരുന്നു? ആ മാതാവിനും ആത്മാഭിമാനമുണ്ട് ഷിജു ഖാൻ, അത് താങ്കൾ മറക്കരുത്. ആ മാതാവിനും ആത്മാഭിമാനമുണ്ട്. അവിടെ എന്തായിരുന്നു താങ്കളുടെ നിലപാട്? അവിടെ ഈ മേയർ കൊടുത്ത ഒരു കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മേയർക്ക് കൊടുത്തിരുന്ന ഒരു എന്താ പറയുന്നത് ആനുകൂല്യം താങ്കൾ അവിടെ നൽകിയിരുന്നോ? സോറി, താങ്കളെ വ്യക്തിപരമായി ഇത്തരത്തിൽ പറയേണ്ടി വന്നത്. താങ്കൾ ആത്മാഭിമാനത്തെക്കുറിച്ച് ഘോര സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറയേണ്ടി വരുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞു, എന്താ പറയുന്നത്, ടെലിവിഷൻ ചർച്ചയിൽ അവസരം നൽകുന്നു, ലൈംഗിക അധിക്ഷേപ കേസിലെ പ്രതിയാണ്. ഞാൻ സിമ്പിളായി ചോദിക്കുന്നു, ഈ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ പിണറായി വിജയനെതിരായിട്ടല്ലേ താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അത്തരത്തിലൊരു ലൈംഗിക അതിക്രമ കേസിലെ പ്രതിയാണെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, താങ്കളുടെ സർക്കാരിന് ഉറപ്പുണ്ടെങ്കിൽ പിടിച്ച് ജയിലിലിടണമെന്നേ. ഒരു നിമിഷം അദ്ദേഹത്തെ പുറത്തു വെച്ചേക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് പിടിച്ച് ജയിലിലിടാത്തത്? എന്താ പ്രശ്നം? അങ്ങനെയാണല്ലോ നിയമം അനുശാസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെയും തെറ്റിയിരിക്കുന്നു. ഇനി താങ്കൾ പറയുന്നത് എന്താണ്? അശ്രദ്ധമായി വാഹനം ഓടിച്ചു എന്ന പരാതി ഞങ്ങൾക്കുണ്ട്. അശ്രദ്ധമായി വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ ആ വാഹനം തടഞ്ഞു നിർത്തി ആ വാഹനത്തിലെ ഡ്രൈവറുടെ ഡോറും തുറന്ന് ഡ്രൈവറെ ആക്ഷേപിക്കുകയാണോ ശരി? അങ്ങോട്ട് ചെന്ന് കയറിയല്ലേ? മാത്രമല്ല ആ സീബ്ര ക്രോസിംഗ് ഉൾപ്പെടെ മിസ്യൂസ് ചെയ്തുകൊണ്ടല്ലേ ചെയ്തിട്ടുള്ളത്? ഞാനൊന്ന് ചോദിക്കട്ടെ അഭിലാഷ, ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ നമ്മൾ പട്ടത്തു നിന്നാണ് ഈ വിഷയം ആരംഭിക്കുന്നത്. പട്ടത്തു നിന്ന് PMG കഴിഞ്ഞ് പാളയം വരെ എത്തി. ഇനി പാളയത്ത് നിന്ന് തമ്പാനൂരിലേക്ക് എത്ര ദൂരമുള്ളത്? സ്റ്റാച്യൂവും ആയുർവേദ കോളേജും ഓവർബ്രിഡ്ജും കഴിഞ്ഞാൽ എന്തായി? തമ്പാനൂരായി. എത്ര കിലോമീറ്റർ ഉണ്ട്? കൂടിപ്പോയാൽ 2-2.5 കിലോമീറ്റർ. ഈ മേയറുടെ കസ്റ്റഡിയിലുള്ള മേയറായിരിക്കുന്ന സ്ഥലത്തല്ലേ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്? മേയർക്ക് നേരെ പോകാമായിരുന്നല്ലോ, അവിടെ സംസാരിക്കാമായിരുന്നല്ലോ, അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാമായിരുന്നല്ലോ, ഫോൺ എടുത്ത് ഒന്ന് വിളിക്കാമായിരുന്നല്ലോ. അതിനപ്പുറത്തേക്ക് തടഞ്ഞിട്ട് ഇത്തരത്തിൽ നിയമം കയ്യിലെടുക്കാൻ, ഞാൻ ചോദിക്കുന്നത് നിയമം കയ്യിലെടുക്കാൻ ദയവേത് താങ്കൾ എന്താ പറയുക, ഇൻ്റർവ്യൂവിലേക്ക് പോരുത്, ഇടവേളയിലേക്ക് പോരുത്. നിയമം കയ്യിലെടുക്കാൻ ആരാണ് അനുമതി നൽകിയിട്ടുള്ളത്? അങ്ങനെ അവർക്ക് എതിരായി ഒരു പരാതി ഈ പറയുന്ന യദുവും കൊടുത്തിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടൊരു FIR ഇടാൻ തയ്യാറാകുന്നില്ല? അവർ കാണിച്ചിട്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മുടെ കൺമുന്നിൽ നിൽക്കുകയല്ലേ? ഒരു FIR ഇടാൻ സംസ്ഥാന പോലീസ് തയ്യാറായിട്ടുണ്ടോ? ഇനി താങ്കൾ പറഞ്ഞു ഇവിടെ ഇപ്പോൾ നമ്മുടെ ഏറ്റവും അവസാനത്തെ പ്രശ്നം എന്താണ്? മെമ്മറി കാർഡ് കാണാനില്ല. ഒരു വാഹനത്തെ സംബന്ധിച്ച് ആ വാഹനത്തിൽ നിന്ന് ഈ ഡ്രൈവറെ പിടിച്ചിറക്കി കൊണ്ടുപോയതിനു ശേഷം ആ വാഹനത്തിൽ ഒരു കസ്റ്റോഡിയൻ ഉണ്ടായേ മതിയാകൂ. അങ്ങനെ മെമ്മറി കാർഡ് ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ആ കസ്റ്റോഡിയനെതിരെ നടപടിയെടുത്തിട്ടുണ്ടോ ഈ നിമിഷം വരെ? എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? നിങ്ങൾക്ക് നടപടിയെടുക്കാൻ കഴിയില്ല. കാരണം കള്ളൻ കപ്പലിൽ തന്നെയാണ്. ഇനി ഇപ്പം ഏത് പറഞ്ഞാലും നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ആര്യ എന്ന് പറഞ്ഞാൽ മേയർ എന്ന് ഓർമ്മ വേണം. ആര്യ രാജൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉറപ്പ് വരണം. ഞാൻ മേയറാണെന്ന് പറഞ്ഞാൽ തല കുമ്പിട്ട് നിൽക്കണം, ഇറങ്ങി സല്യൂട്ട് അടിക്കണം. അവിടെയാണ് ഞാൻ പറഞ്ഞത് വിളയാതെ പഴുത്തത്. നമുക്ക് നേരത്തെ ഉദാഹരണങ്ങളുണ്ട്. നേരത്തെ ഇതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് എനിക്ക് മുന്നേ പോകണം എന്ന് ദുർവാശി കാണിച്ചുകൊണ്ട് ആ ഡ്രൈവറെ കൊണ്ട് അത് ചെയ്യിച്ചതാണ്. ഡ്രൈവർ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട്, ഞങ്ങളാരും പറഞ്ഞല്ല. അത്തരത്തിൽ വിളയാതെ പഴുത്തതാണെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. മറ്റൊന്ന്, ഇതിനകത്ത് തുടക്കം മുതൽ അവസാനം വരെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മേയറാണ്. മേയർക്ക് പരിപൂർണമായ പിന്തുണ കൊടുക്കുന്നത് പാർട്ടിയും സർക്കാരുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ചർച്ച അവസാന മിനിറ്റുകളാണ്. ശ്രീ യുവരാജ്, വളരെ പെട്ടെന്ന്, ഇതിപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വളരെ എളുപ്പത്തിൽ തീർക്കാവുന്ന ഒരു വിഷയമായിരുന്നു. അതിനെ അതിഭീകരമായ മാനങ്ങളിലേക്ക് കൊണ്ടുപോവുകയും സംസാരിക്കുന്നവരെല്ലാം ലൈംഗിക അതിക്രമത്തെ വെള്ളപൂശാൻ നിൽക്കുന്നവരാണ് എന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് ആത്യന്തികമായി ഗുണമുണ്ടാകുന്നു താങ്കൾക്ക് തോന്നുന്നുണ്ടോ? കള്ളത്തോട് കള്ളമാണെന്ന് ഞാൻ പറയുന്നത്. ഇപ്പൊ ഷിജു ഖാൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, വണ്ടി ഇടിക്കാൻ പോയി മേയറെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ ആക്കി ഇപ്പൊ കേസ്. അല്ലല്ല ഷിജു ഖാൻ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ പട്ടം മുതൽ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഫ്രണ്ട് വരെ വന്നിട്ടും വേറെ ഒരു വാഹനക്കാർക്കും പരാതിയില്ലായിരുന്നോ? ഈ മേയർക്കും ഭർത്താവിനും മാത്രമേ പരാതി ഉണ്ടായിരുന്നുള്ളൂ. ഷിജു ഖാനെ, നിങ്ങൾ ഈ നാട്ടിൽ കോടിക്കണക്കിന് പൈസ മുടക്കി AI ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ. ഈ AI ക്യാമറയിൽ ഒന്നും പതിഞ്ഞില്ലേ ഷിജു ഖാനെ? ഇങ്ങനെ ഒരു വണ്ടി വരുന്നതും ഈ പറയുന്ന മേയറുടെ വണ്ടിയെ ഇടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നതും ഒന്നും വേറെ എങ്ങും കണ്ടില്ലേ? അപ്പൊ ആ പറയുന്ന AI ക്യാമറകളിൽ ഒന്നുമില്ല. നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ പറയുന്നു ഡ്രൈവറാണ് കസ്റ്റോഡിയൻ, ഡ്രൈവറുടെ സീറ്റിന്റെ അടുത്താണ് ഈ പറയുന്ന മെമ്മറി കാർഡ് ഇരിക്കുന്നത്. ശരി, സമ്മതിച്ചു. പാളയത്ത് ആ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഫ്രണ്ടിൽ ഈ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു CCTV ക്യാമറ ഉണ്ടല്ലോ. ഇദ്ദേഹം അതിൽ നിന്ന് ഇറങ്ങി എഡിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാമല്ലോ. നിങ്ങളുടെ ആൾക്കാർ ചുറ്റും ക്യാമറയും പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ എന്തെങ്കിലും ക്യാമറ അല്ലെങ്കിൽ ഇത് പതിയണ്ടേ ഈ പറയുന്ന മെമ്മറി കാർഡ് ഇദ്ദേഹം ഇളക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ? അപ്പോൾ ഈ പറയുന്ന ഒരിടത്തും ഒരു തരത്തിലുള്ള വിഷ്വലും ഇല്ല, ഒരു എവിഡൻസും ഇല്ല. എന്നിട്ട് നിങ്ങളങ്ങ് പറയുകയാണ് ഇയാള് ലൈംഗിക ചേഷ്ട കാണിച്ചു.
കാണിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പാർട്ടിയിലും സ്ത്രീകളുണ്ട്, നമ്മൾ നിങ്ങൾക്കൊപ്പമാണ്, നമ്മൾ മേയർക്കൊപ്പമാണ്. പക്ഷെ ഒരു തരി എവിഡൻസ് എങ്കിലും മുമ്പോട്ട് വെക്കാൻ തയ്യാറാണ്. അവിടെ ഷിജു എന്ന് മാത്രമല്ല, ബസ്സിനകത്ത് നിന്ന് ഒരാൾ മൊബൈലിൽ ഇത് ചിത്രീകരിച്ചത് മേയർ ഇടപെട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. മേയറും MLA കൂടി ഇത് ഡിലീറ്റ് ചെയ്യണം, ശരിയാക്കി കളയുന്നുള്ള മട്ടിൽ. അപ്പോൾ ഇത് ആരും ഒന്നും കാണാൻ പാടില്ല. പിന്നെ നിങ്ങൾ പറയുന്ന ആൾക്കാരെ എല്ലാവരും ലൈംഗിക കുറ്റവാളിയായി മുദ്ര കുത്തി പറ്റിയാ തൂക്കിക്കൊല്ലണം. അല്ല അഭിലാഷേ, ഈ ചർച്ചയുടെ തുടക്കം മുതൽ അത് കൺക്ലൂഡ് ചെയ്യുന്നത് വരെയും നിങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഞാനിവിടെ ഉന്നയിക്കുന്ന ഒരു പ്രധാന പ്രശ്നം, നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായി വന്നാൽ നമ്മുടെ സാധാരണക്കാരായ സ്ത്രീകൾ, വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകൾ, വിദ്യാർത്ഥിനികൾ, പെൺകുട്ടികൾ, അവർ പലയിടങ്ങളിലും പലവിധം അധിക്ഷേപങ്ങളും നേരിടുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഭാഗമായിട്ട് കേസുകൾ വരുന്നുണ്ട്. അതിലെയൊക്കെ പ്രതികളെ കൊണ്ടിരുത്തി സംസാരിച്ചാലും ഇതുപോലെ യദു പറഞ്ഞതുപോലെ അച്ചടിച്ച ഭാഷയിൽ തൻ്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് എല്ലാ ക്രിമിനലുകളും ഇതൊക്കെ പ്രഖ്യാപിക്കും. അതൊക്കെ ക്രിമിനൽ വാസനയുള്ളവരുടെ പ്രത്യേക വൈദഗ്ധ്യമാണ്. 2017 തന്നെ നേമം പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സുപ്രധാനമായ കേസുണ്ട്. ആ കേസിലും വളരെ ക്രൂരമായ ലൈംഗിക അധിക്ഷേപം ഒരു സ്ത്രീയോട് ചൊരിയുകയും ആ സ്ത്രീയെ അധിക്ഷേപിക്കുകയും ആ സ്ത്രീയെ ലൈംഗിക ആവശ്യത്തിന് ക്ഷണിക്കുകയും പുലഭ്യം വിളിക്കുകയും തെറിവിളിക്കുകയും ചെയ്ത കേസിലെ പ്രതിയാണ്. എന്ന് മാത്രമല്ല, പരാതികൾ ഉയർന്നു വന്ന കേസുകൾ അല്ല, ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ അത്തരം കേസുകളിലെയും പ്രതിയാണ് ഈ പറയുന്ന ആൾ, യദു എന്ന് പറയുന്നയാൾ. ഇനി മൂന്നാമത്തെ പ്രശ്നം, ഇവിടെ അസാധാരണമായ ഒരു സംഭവം ഉണ്ടായത്, ഒരു സിറ്റുവേഷൻ, അതൊന്നും നരേറ്റീവ് അല്ല അഭിലാഷേ. ഇവിടെ ഉണ്ടായി വന്നിരിക്കുന്നത് മേയർ ആയതുകൊണ്ടും CPIM-ന്റെ നേതാവായതുകൊണ്ടും ഈ തെറിവിളിയും പുലഭ്യവും ഒക്കെ ക്ഷമിക്കണം എന്നുള്ള നിലപാടാണ് ഇവിടെ ചിലർ അവതരിപ്പിക്കുന്നത്. പിന്നെ ചാമക്കാല ജ്യോതികുമാർ ഈ ചർച്ചയിൽ വ്യക്തിപരമായി എന്നെ ഒന്ന് കടന്നാക്രമിച്ചു. അങ്ങനെ കടന്നാക്രമിച്ചാലും ഞാൻ പിന്നെ എൻ്റെ ആത്മവിശ്വാസമൊന്നും പിന്നോട്ട് പോവില്ല. അഭിലാഷിനെയൊക്കെ പോലെ, അഭിലാഷല്ല, എത്രയോ മാധ്യമ പ്രവർത്തകർ 2-3 മാസം എന്നെ പിന്തുടർന്ന് ഭീകരമായി വേട്ടയാടിയിട്ടും എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. നിങ്ങൾ പറഞ്ഞ കേസുമായി ബന്ധപ്പെട്ട് എനിക്കെതിരെ കേസില്ല, എനിക്കെതിരെ FIR ഇല്ല, എനിക്കെതിരെ ഒരു ആക്ഷേപവും സംഭവിക്കില്ല. നമ്മുടെ സമയം ഇതിനോടൊക്കെ തന്നെ വൈകി. ഒരു പരാമർശവും നടത്തിയിട്ടില്ല, ഒരു എനിക്കെതിരായി അധിക്ഷേപം പറഞ്ഞിട്ടില്ല അഭിലാഷ്. ഇന്നേ നിയമത്തിന്റെ നിയമപരമായ പോലീസ് കേസില്ല. ശരി, താങ്കൾക്കെതിരെ കേസുണ്ടാവുമെന്ന് പറയാൻ പറ്റുമോ? താങ്കൾക്കെതിരെ കേസെടുക്കാത്തതുപോലെ തന്നെ മാസങ്ങളോളം ഈ മാധ്യമ പ്രവർത്തകർ എല്ലാവർക്കും വളരെ നന്ദി. ഇനി ചർച്ചയ്ക്കുള്ള സമയമില്ല. സൂപ്പർ പ്രൈം അവസാനിക്കുന്നു. നമസ്കാരം.